85-ല് 85-ല് ഷൂട്ട് ചെയ്ത് സിനിമ 86-ല് റിലീസ് ചെയ്ത് 87-ല് മോനിഷയ്ക്ക് അവാർഡ് കിട്ടിയ സിനിമയാണ്. സിനിമയാണ്. അതെ അതെ അതെ. അന്ന് മോനിഷ അത് അഭിനയിക്കുമ്പോൾ വെറും 14 വയസ്സ്, 14 വയസ്സ്. 7ാം ക്ലാസ് പഠിക്കുക. അപ്പൊ ഞാൻ ആലോചിക്കണത് കുട്ടിപ്പ് ഇങ്ങനെ പറയുമ്പോ എത്രത്തോളം വയസ്സായി എന്ന് എന്റെ ചോദ്യം. പിന്നെ അവിടെ ആർക്കും അറിയില്ലായിരുന്നു മോനിഷ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണല്ലോ അഭിനയിച്ചത്. അതെ 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 അതെ. അവിടെ ആർക്കും അറിയില്ലായിരുന്നു ഒരു ആക്ട്രസ് ആണിത്. ഈയിടെ ആരോ കണ്ടപ്പോ, ഈയിടെ അവിടെ ക്ലാസ്മേറ്റ് ആയിരുന്നു. അപ്പോൾ ക്ലാസ്മേറ്റ് അല്ല, ഒരു ക്ലാസ് ചോടയാ കുട്ടി. അവിടെ എന്നോട് പറഞ്ഞാൽ എൻ്റെ സീനിയറായിരുന്നു. അപ്പോൾ ഞങ്ങളൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ അറിയാ ഒരു ആക്ട്രസ് ആണ് ഇത്, ഷീസ് ആൻ ആക്ട്രസ് എന്ന് പറയും. ഒരു ഡൗൺ ടു എർത്ത് പേഴ്സൺ, ഒരു ഡൗൺ ടു എർത്ത്, ഒന്നും അറിയില്ല. നമുക്ക് അറിയാനേ കഴിയും. കോളേജിൽ പോയപ്പോൾ തന്നെയായിരുന്നു. ആ പ്രിൻസിപ്പള് അവർ നൺസാണ് മൗണ്ട് കമൽ കോളേജിൽ. അവരും ചോദിക്കും, അവര് ചോദിക്കും നോബഡി നോസ് ഷീസ് എൻ ആക്ട്രസ്. അവിടെ സാധാരണ കുട്ടിമാര് ഒരു തരം മേക്കപ്പ് സാധാരണ പോയി അവിടെ ബെഞ്ചിൽ അവിടെ ഇരുന്ന് പഠിച്ച് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, 5-6 ആള് പേര്. അങ്ങനെ അറിയില്ല. ഹായ്, ഹലോ, നമസ്കാരം. നടിയും നർത്തകിയുമായ ശ്രീദേവി ഉണ്ണിയാണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത്. നമസ്കാരം. നമസ്കാരം. എന്താണ് വിളിക്കേണ്ടത്? അമ്മ എന്താണ് വിളിക്കേണ്ടത്? ഏറ്റവും ഇഷ്ടം. അപ്പൊ അമ്മ എന്ന് തന്നെ വിളിക്കാം. ഓ, സന്തോഷം. അപ്പൊ അമ്മ ഏറ്റവും പുതിയ വിശേഷം എന്ന് പറയുന്ന ഒരു പുസ്തകം പ്രകാശനം ചെയ്തിരിക്കുകയാണ്, എൻ്റെ മകൾ മോനിഷ, അല്ലേ? അതെ. എനിക്കിത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഒരു ഫോട്ടോ എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫോട്ടോ ആണ്. ഇത് എപ്പോൾ എടുത്തതായിരുന്നു ഈ ഒരു ചിത്രം? ഇത് ഏകദേശം ഒരു നമ്മുടെ ഒരു ആർ ഗോപാലകൃഷ്ണൻ ഉണ്ട് ട്രിവാൻഡ്രത്ത്, വലിയ ഫോട്ടോഗ്രാഫറാണ് അദ്ദേഹം. ഫിലിമിൻ്റെ ഒക്കെ ഇപ്പം ഞങ്ങളുടെ കൂടെ ദുബായിലേക്കൊക്കെ അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്പെഷ്യൽ ഫോട്ടോഗ്രാഫിയാണത്. അപ്പം ലാസ്റ്റ്, അതായത് ഡിസംബറിൽ മോനിഷ പോയി ചെയ്ത സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ ആ ഒരു കാലങ്ങളിൽ എടുത്തിട്ടുള്ള ഫോട്ടോസിൽ ഏറ്റവും ഭംഗിയുള്ള കുറേ ഫോട്ടോസ് അദ്ദേഹം എടുത്തിട്ടുണ്ട്. അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എല്ലാവർക്കും ഈ ഫോട്ടോ ആണ്. ഇത് ഈ മുഖചിത്രമായിട്ട് വരാനും കൂടി വേറെ വലിയൊരു സംഭവം കൂടി നടന്നിട്ടുണ്ട്. അതായത് അത് കുറച്ച് അസാധാരണമായ സംഭവം, അത് ഞാൻ പറയാം. അപ്പൊ ശരിക്കും ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് ഇപ്പൊ ഈ ഒരു അവസരത്തിൽ, ഈ ഒരു പുസ്തകം പ്രകാശനം ചെയ്ത ഒരു അവസരത്തിൽ എന്താണ് ഈ ഒരു മൊമെന്റ് അല്ലെങ്കിൽ പറയാനുള്ളത്? അല്ല, അതെനിക്ക് പറയാനുണ്ട്. കാരണം ഇത് ഇത്രയും 32 വർഷങ്ങളായിട്ട് മനസ്സിൽ കിടന്നതും പലപ്പോഴായിട്ട് കുറിച്ചു വെച്ചതും ഒക്കെ ആയിട്ടുള്ള സംഭവങ്ങൾ ഓർത്തെടുക്കലും വലിയൊരു ജേണിയായിരുന്നു. പക്ഷെ ഇത് പ്രകാശനം ചെയ്തതോടുകൂടി ഞാൻ വാസ്തവത്തിൽ ഞാൻ റിലീവ്ഡായി. റിലീവ്ഡ് എന്ന് പറഞ്ഞാൽ റിലാക്സേഷൻ അല്ല കേട്ടോ, റിലീവ്ഡ്. അതിൻ്റെ മലയാള പദം എന്താണ്? നമ്മൾ ആശ്വാസമായിട്ട് പറഞ്ഞ റിലീവ്ഡായെന്ന്. ആ ഒരു ഫീലായിരുന്നു എനിക്ക്. ഞാനെന്തോ ഒരു വലിയൊരു ദൗത്യം എൻ്റെ ജീവിതത്തിൽ ചെയ്ത് തീർത്തു. അങ്ങനെ ഒരു ഭയങ്കര ഒരു സംതൃപ്തി മാത്രമല്ല, ഈ റിലീവ്ഡും കൂടിയാണ് ഞാൻ അതിൽ. പിന്നെ എനിക്ക് എന്തോ ഒരു ലിബറേഷൻ കിട്ടിയ മാതിരി ഒരു. ഇത്രയും കാലം ഈ മോൻ എല്ലാം ഇങ്ങനെ അടച്ച് കിടക്കല്ലേ, ബോട്ടിലപ്പ് ചെയ്ത് കിടക്കല്ലേ. അപ്പോൾ അതൊക്കെ എല്ലാം തുറന്ന് ഒരു അക്ഷരങ്ങളിൽ കൂടി വന്നപ്പോൾ, അപ്പോൾ അതെല്ലാം ഞാൻ ചെയ്തു. മനുഷ്യക്ക് വേണ്ടി ഒരു നല്ലൊരു മെമ്മറിയായി. എൻ്റെ മകളുടെ കാര്യങ്ങളൊക്കെ പലതും എവിടെയും കേൾക്കാത്തതും വളരെ വീട്ടിൽ ഇരുന്ന അതൊക്കെയാണ് ആ പുസ്തകത്തിലുള്ള സ്വന്തമായ കുറെ അനുഭവങ്ങൾ. നമ്മൾ ഏത് മീഡിയയിലും പണ്ട് കേൾക്കാത്ത പല കാര്യങ്ങളും മോനിഷയുടെ ഞങ്ങളുടെയും വീട്ടിൽ നിന്നും ഒക്കെ എങ്ങനെയായിരുന്നു, അതാണ് ആ പുസ്തകം. ഇതോടുകൂടി എനിക്ക് വലിയൊരു സമാധാനമുണ്ട്. ഇപ്പം നിങ്ങളുടെ അടുത്തൊക്കെ വന്നിരിക്കുമ്പോൾ എനിക്ക് വാസ്തവത്തിൽ മനസ്സിൽ പ്ലസൻനെസ് മാത്രമേ ഉള്ളൂ. മറ്റേതൊക്കെ കുറച്ചൊക്കെ ടെൻഷൻ ഉണ്ടായിരുന്നു എന്ന് ഇന്ന് ഞാൻ റിയലൈസ് ചെയ്യണം. ഇന്ന് എനിക്ക് തോന്നുന്നു, എനിക്ക് ഇത്രയൊക്കെ ടെൻഷൻ പണ്ടുണ്ടായിരുന്നു. ഓരോ ഇൻ്റർവ്യൂവിന് ഇരിക്കുകയാണെങ്കിലും എവിടെയൊക്കെ പോകുമ്പോഴും എനിക്ക് എന്തോ ഒരു തരം ഉള്ളിൽ എന്തോ ഒന്നുണ്ടായിരുന്നു, ഹെവിനെസ്. അത് പോയി, വളരെ ലൈറ്റായി. അതാണ് എനിക്ക് പറയാൻ ഈ നിമിഷം. അതായിരുന്നു ഐ എം റിലീവ്ഡ്. ഒരു ജീവിതത്തിന്റെ ഒരു നേർചിത്രം തന്നെയായിരിക്കും നമുക്ക് ഈ ഒരു ബുക്ക് വായിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നത്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു അവതാരികയിൽ വായിച്ചപ്പോൾ അസാധാരണമായിട്ടുള്ള ഒരു പ്രതിഭ, അവയെ ഒരു ലോകത്തിലേക്ക് കൈപിടിച്ച് വന്ന അത്ര വലിയൊരു കാര്യം പറയുന്നുണ്ട്. MT സാറിന്റെ ഒരു അവതാരികയെ പറ്റി പറയുന്നുണ്ട്. തീർച്ചയായിട്ടും അത് വളരെ വലിയൊരു കാര്യമാണ് പറയുന്നത്. പിന്നെ
അതെ. അപ്പൊ അതൊക്കെ എങ്ങനെയായിരുന്നു? അത് എനിക്ക് തോന്നുന്നു നേരിട്ട് പറഞ്ഞ കാര്യങ്ങളായിരിക്കും. പലരും മോനിഷയെ കുറിച്ച് പറഞ്ഞ അതെ, അനുഭവ അതെ, അതെ, കാര്യങ്ങളായിരിക്കുമല്ലോ. അതെ. വളരെ എല്ലാവർക്കും ഒരുവിധം ഒരുപാട് കാര്യങ്ങൾ പല 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 ഇന്റർവ്യൂസിനും പല പലത്തും പ്രസംഗിക്കുമ്പോഴും ഒക്കെ ചോദിച്ചാൽ അതൊക്കെ ഞാൻ കുറെ പറഞ്ഞു കഴിഞ്ഞ സംഭവങ്ങളാണ്. ഉം. ഇതിലത് കുറെ ഇല്ലാത്ത കുറെ, അതിലൊന്നും ഉൾപ്പെടാത്ത കുറെ കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ കൂടി ഉം. ഞാൻ ഉം. എഴുതിയിട്ടുണ്ട്. ഉം. പിന്നെ അങ്ങനെ ഒരു അതെല്ലാം ഇത് വായിക്കുമ്പോൾ അറിയാം ഉം. എന്തൊക്കെയാണ് ആ. അതിൽ നമുക്ക് അതിൽ മനുഷ്യയിൽ വായിക്കാൻ താല്പര്യമുള്ളവരാണ് പലരും എന്നാണ് ഉം. ഞാൻ ഉം. മനസ്സിലാക്കിയിരിക്കുന്നു എൻ്റെ അനുഭവത്തിലും. ഉം. അത് അതെ. ഈ ബുക്ക് കാ ഫെസ്റ്റിവൽ മാതൃഭൂമിയുടെ ഉം. ഉം. അതിനെ നമ്മുടെ ശ്രീ എം മുകുന്ദനാണ് ഉം. 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 റിലീസ് ഉം. ചെയ്തത്, ഉം. പ്രകാശനം ചെയ്തത്. അപ്പോൾ അത് ആ പ്രകാശനം ചെയ്ത അതും കനകക്കുന്ന് പാലസിൽ ഉം. അതിൻ്റെ ഉം. അവരുടെ വെന്യൂ ഉം. ഉം. വളരെ പ്രതാപമായിട്ടുള്ള ഒരു ചടങ്ങിലാണ് ഉം. ഈ മാതൃഭൂമി ഈ ബുക്ക് റിലീസ് ചെയ്തത്. ഉം. അപ്പം അത് ബുക്ക് റിലീസ് ചെയ്ത് അപ്പം വന്നിട്ടുള്ള ഒരു 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 ബ്ലിസ് എന്ന് പറയില്ലേ നമ്മൾ, ഉം. അതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൗഡ് മൊമെന്റ് തന്നെയായിരിക്കും ശരിക്കും പറഞ്ഞാൽ. നമ്മൾ ഇത്രയും എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് അല്ലെങ്കിൽ മകളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും വായിക്കാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു വലിയൊരു പ്രൗഡ് മൊമെന്റും കൂടി അല്ല തന്നെയാണ് അതും അത്. കൂടി എന്താ പറയുക, ഇതൊക്കെ മോളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് എൻ്റെ പ്രചോദനം ആ അതെ. എന്ന് ഞാൻ അവിടെ ചെല്ലും മോനിഷയുടെ അമ്മയല്ലേ എന്ന് ഇന്നും ചോദിക്കും. ഉം. ഇത്ര വർഷങ്ങൾ കഴിഞ്ഞു അതെ. ഇന്നും ആ കുട്ടിയെ കാണുന്നത് ഒരു 10, 18, 20 വയസ്സുള്ള കുട്ടിയായിട്ടാണ് നിങ്ങളെല്ലാവരും. അതെ. ഒരു 54, 55 വയസ്സായ മനുഷ്യനെ ആർക്കെങ്കിലും സങ്കല്പിക്കാൻ പറ്റുമോ? ഇന്നിപ്പോ ഉണ്ടായിരുന്നെങ്കിൽ എന്തായാലും 55 അതില്ലേ? വയസ്സാവും. അതെ. പിന്നെ കല്യാണം കഴിഞ്ഞ മക്കളൊക്കെ അതെ. ആയിട്ടുണ്ടാവില്ലേ? അപ്പം ഇന്നും അങ്ങനെ ആ രൂപത്തിൽ നിൽക്കാനാണ് ആ യോഗം. അങ്ങനെയാണ് എനിക്ക് ആ യോഗം അങ്ങനെയാണ് കാണാൻ. എപ്പോഴും എനിക്ക് അത്രയല്ലേ കാണാം. അമ്മയാണെങ്കിൽ കൂടി അവളെ ഒരു അമ്മയായിട്ട് എന്ത് കാണാൻ എനിക്ക് സങ്കല്പിക്കാൻ എനിക്ക് അറിയില്ലല്ലോ. അപ്പോൾ അത്രയും ഈ മോളുടെ ഇഷ്ടപ്പെടുന്ന ജനങ്ങളുടെ അവർക്ക് സമർപ്പിച്ചുകൊണ്ടാണ് എനിക്ക് ശരിക്കും ഈ ബുക്ക്. കാരണം എല്ലാവരും എന്നോട് പല ക്വസ്റ്റ്യൻസും ചോദിക്കും. ചിലർ ചോദിച്ചത് തന്നെ ചോദിക്കും. എല്ലാം എൻ്റെ പഴയ ഇൻ്റർവ്യൂസൊക്കെ നോക്കിയപ്പോൾ എല്ലാത്തിലും മോളങ്ങ് നിറഞ്ഞിരിക്കും. ഞാൻ പറഞ്ഞ തന്നെ ഞാൻ പലപ്പോഴും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ബുക്കിൽ കൂടി പോയാൽ അതെ. അതെന്നൊക്കെ ഡോക്യുമെന്റഡാ. അതെ സത്യം. പിന്നെ ചോദിക്കാത്ത കുറേ കാര്യങ്ങൾ അതിൽ വരും. കാരണം മനുഷ്യയുടെ തലമുടിയെ പറ്റി പലരും ചോദിക്കും. അപ്പോൾ അവളെ എങ്ങനെയാണ് കുളിപ്പിച്ചിരുന്നത്, എങ്ങനെയാ, എന്ത് എണ്ണ, അത് ആ എണ്ണയുടെ റെസിപ്പി ഇതിലുണ്ട്, അതെ. നിങ്ങൾക്ക് ഉണ്ടാക്കാം. അതെ. അതേമാതിരി കൺമഷി, വീട്ടിലത്തെ കൺമഷി മാത്രമേ ഉപയോഗിച്ചിട്ടു, വീട്ടിലുണ്ടാക്കണ കൺമഷി അതെങ്ങനെ ഉണ്ടാക്കിയിരുന്നു ഞങ്ങളുടെ അമ്മമാര് മുത്തശ്ശിമാര്, അതും എഴുതിയിട്ട് അതും നിങ്ങൾക്ക് ഉണ്ടാക്കാം. അങ്ങനെ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ എന്തായാലും ഇന്റർവ്യൂവിൽ പറയാൻ പറ്റുമോ? ഒരു റെസിപ്പി ഇത് മുഴുവനും വെച്ച് പറ്റുമോ? ഇല്ല. അപ്പൊ ബുക്കിലാകുമ്പോൾ വായിച്ചാൽ അത് ഡോക്യുമെന്റഡ് ആണ്. അതെ അതെ. എപ്പോഴും നമുക്ക് വായിക്കാൻ തരത്തിലാണല്ലോ ഇത്. എന്തെങ്കിലും ഈ എണ്ണ ഉണ്ടാക്കി നോക്കാം എന്ന് പറഞ്ഞാൽ ഈ പുസ്തകം എടുത്ത് നോക്കിയാൽ പോരെ. അതെ. പണ്ട് പറയുമായിരുന്നു, ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് പലരും, എണ്ണ തേക്കാൻ മടിയുള്ള കുട്ടികളോട് പറയും നിനക്ക് മോനിഷയുടെ അത്ര മുടി വേണമെന്നുണ്ടെങ്കിൽ എണ്ണ തേക്കണം കേട്ടോ എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എണ്ണ തേപ്പിച്ചാൽ മാത്രം പോരാ, അത് ആ എണ്ണ തേപ്പിച്ച് കഴിഞ്ഞ് കുളിപ്പിക്കുന്ന രീതിയും കൂടി നോക്കണം. അതായത് എണ്ണ ഒരു നമ്മുടെ നാട്ടിലത്തെ വിയർപ്പും തലയിലെ എണ്ണയും കൂടി നിന്ന് കഴിഞ്ഞാൽ അത് സ്കാൽപ്പിന് കുഴപ്പമാണ്. അപ്പൊ മുഴുവനും ഈ ചെരങ്ങൊക്കെ വരും. അത് കുട്ടികൾ ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഒരു വലിയ പ്രശ്നമായിരുന്നു. അത് ഇത്രയും മുടിയും നമുക്കുണ്ടാവും. പിന്നെ അതൊക്കെ അത് അത് പെയിൻചീർപ്പ് കൊണ്ട് ചീന്തലും വേദനയും നെടിയും പിടിയും അങ്ങനെയൊക്കെ മുടി ജാസ്തിയായിട്ടുള്ള പ്രശ്നമാണ്. എനിക്കൊക്കെ മുടി ജാസ്തിയായ ബുദ്ധിമുട്ടായിരുന്നു. അതെന്നെ മോളൊക്കെ ഉണ്ടായിരുന്നു ബുദ്ധിമുട്ട്. വണ്ണം ജാസ്തി ഇട്ടേ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒരിക്കലും ഒരു പാർലറിൽ കൊണ്ടുപോയിട്ട് ഒരു തമിഴ് സിനിമ കഴിഞ്ഞിട്ട് ഒരു പാർലറിലേക്ക് കൊണ്ടുപോയി ഒന്ന് കഴുകാൻ പറഞ്ഞു. ഒന്ന് ഞാൻ ചോദിച്ചു, അവർ നല്ലതായിട്ടൊക്കെ വാഷ് ചെയ്തിട്ട് ബ്ലൂ ഡ്രൈ ഒക്കെ ചെയ്ത് തരുന്നുണ്ട് മദ്രാസിൽ. എൻ്റെ ഈശ്വര, അവരെ മുടി കൊണ്ടുപോയി കെട്ടി കുട്ടിക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ അവള് ദേഷ്യം വരുന്നു, കരച്ചിൽ വരുന്നു. ഞങ്ങൾക്കാണെങ്കിൽ വൈകുന്നേരം ഫംഗ്ഷനും ഉണ്ട്. ഇത് ഇവർക്ക് ഇത് പറയാ. അപ്പൊ വോട്ടിടൂ എന്നൊക്കെ ചോദിക്കാണ്. ഈ മുടി മുഴുവൻ കട്ടയും മുടി ഉണ്ടല്ലോ. അവരെന്തോ ചെയ്തു ഇങ്ങനെ, അവരിങ്ങനെയൊക്കെ ഉരച്ചു നോക്കി മുടി കഴുകല്ലേ. കുറച്ച് മുടിയാകുമ്പോൾ അങ്ങനെ ഒഴുക. ബ്യൂട്ടീഷ്യൻസ് അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഞാൻ പറഞ്ഞു നിങ്ങൾ മാറിയേക്കും, ഞാൻ തന്നെ ചെയ്തോളാം. എന്നിട്ട് ഞാൻ തന്നെ ഇവിടെയാണെങ്കിൽ വേദനിച്ചിട്ട് നിലവിളിക്കുന്നത്, വലിച്ചിട്ട്. മുടി വലിഞ്ഞാൽ നല്ല വേദന, വേദന. ഒരു
ആരും ഇപ്പൊ ഇവിടെ നിക്കണ നല്ല വേദനയായിരിക്കും. നല്ല രസം. അതെ. അത് നമുക്കറിയാലോ എന്റെ പ്രശ്നം. അപ്പോൾ ഭയങ്കര ദേഷ്യവും കരച്ചിലൊക്കെ വന്നു. അപ്പൊ ഞാൻ സമാധാനിപ്പിച്ചോളെ ഞാൻ ചെയ്തോളാം. എന്നിട്ട് മാറ്റി നിർത്തി, ബ്യൂട്ടീഷ്യൻസിൽ മാറ്റി നിർത്തി, അവർ നോക്കിയേക്കുക. എന്നിട്ട് ഞാനാണ് അത് റെഡിയാക്കിയിട്ടിട്ട് ഒരു വിധം അവസാനം അവർ കട്ട് ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. അയ്യോ, അല്ല, അവർക്ക് ജീവൻ കട്ട പിടിച്ച് പോ- തീർക്കും ചെയ്യാം, അവന് കട്ടൊന്നും ചെയ്യണം, ഞാൻ നോക്കിക്കോളാം. അത്ര അങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടായി. അതൊന്നും ഇതിൽ എഴുതിയിട്ടില്ല. ഇല്ല, ഇപ്പൊ എനിക്ക് ഓർമ്മ എനിക്ക് വന്നതാ. പെട്ടെന്ന് ഓർമ്മ വന്നു. കുട്ടി അല്ല, ഇപ്പൊ ഇങ്ങനെ പുതിയ പറഞ്ഞപ്പോ ഓർമ്മകള്. ഓർമ്മ വന്നതാ. അതെ അതെ, ഞാൻ പറയുന്ന പണ്ട് എപ്പോഴും കേട്ടിട്ടുണ്ട് ആ മുടിയുടെ കാര്യത്തിനെ പറ്റിയിട്ട്. എപ്പോഴും പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടി, അല്ലെ മുട്ടോളം വരെ മുടി എന്ന് പറഞ്ഞ ഒരു ഐശ്വര്യം എന്നൊക്കെ പറയുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഇപ്പൊ എല്ലാവരും മുടി മുറിച്ച് കളയുന്ന ഒരു കാലഘട്ടമായി മാറി. അല്ല, അപ്പൊ ആ ഇപ്പൊ വീണ്ടും സമയത്ത് തുടങ്ങിയല്ലോ. തുടങ്ങിയിട്ടുണ്ട്, ട്രെൻഡ് തിരിഞ്ഞു വന്നു. എത്രയോ പേര്, ഞാൻ ചില കുട്ടികളൊക്കെ കാണാറുണ്ട്, മനുഷ്യയുടെ മുടി മാതിരിയുടെ മുടി ഉണ്ട് പറഞ്ഞാൽ എനിക്ക് അയക്കാറുണ്ട് പലരും. അവരെ ഫോട്ടോസും അവരെ വീഡിയോസും ഒക്കെ ആയിട്ട് ഞാൻ കാണാറുണ്ടല്ലേ? ഓ പിന്നെ പിന്നെ അതുപോലെ തന്നെ അപ്രീഷിയേറ്റ്. ശരിക്കും പറഞ്ഞാൽ അത് ട്രെൻഡ് പിന്നെയും മാറി വരും. മുടി വളർത്തും അല്ലെങ്കിൽ മുടി കെട്ടിയും എല്ലാ ട്രെൻഡ് വരുന്നതാ. പക്ഷെ പണ്ട് എന്ന് പറഞ്ഞാൽ കൂടുതലും മുടി വളർത്താൻ ഒരു അല്ല, പണ്ട് താല്പര്യപ്പെടുന്ന ഒരു തലമുറയായിരുന്നു. സൗന്ദര്യത്തിന്റെ ഒരു ഭാഗം അതെ മുടിയായിരുന്നു. അതെ 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 അതെ. കണ്ണ്, ചിരി, മുടി എന്നൊക്കെ പറഞ്ഞ അതൊരു ഭാഗം. അതെ. പണ്ടത്തെ സൗന്ദര്യ ശാലീന സങ്കല്പം അല്ല സൗന്ദര്യം. ഇപ്പൊ. അതെ. ഇപ്പൊ ശാലീന എന്നൊക്കെ പറഞ്ഞാലും ഇപ്പോഴും സൗന്ദര്യം ഉണ്ട്, പക്ഷെ സൗന്ദര്യത്തിന്റെ കോൺസെപ്റ്റ് മാറി. മാറി 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 മാറി. അതെ. അപ്പോ അമ്മ ഈ ഇപ്പൊ കാണുമ്പോൾ നമ്മള് നന്നായി ഒരുങ്ങി പൊട്ടൊക്കെ തൊട്ട് നല്ല മാലയൊക്കെ ഇട്ടിട്ട്, അപ്പൊ മോനിഷ മാം അങ്ങനെ ആയിരുന്നോ പണ്ട് തൊട്ട്? അല്ലായിരുന്നു? എങ്ങനെയായിരുന്നു? ഒരു താല്പര്യമില്ല. ഇല്ലായിരുന്നു. കോൺവെന്റ് എഡ്യൂക്കേറ്റഡ് ആ, അല്ലേ. ആ, ആ, ആ. അപ്പൊ കണ്ണെഴുതി പൊട്ടിട്ടു സ്കൂളിൽ പോകണ്ടല്ലോ. ആ, മുടി ഇങ്ങനെ കുറെ മുടിയിലൂടെ അതേ മടക്കി കെട്ട് ആ, ആ, ആ. അത് തന്നെ പോട്ടു. അവിടെ ഭയങ്കര വലിയ, ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഞാനാണ് എല്ലാ ഓർണമെന്റ്സും കൊണ്ട് പിന്നാലെ നടക്കണം. ഇതിട്ടത് അതൊക്കെ ഇട്ട ചൊറിയെന്നൊക്കെ അത്രയും അങ്ങനെ പ്രത്യേകിച്ച്. പിന്നെ ഒരു 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 10-20 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് പ്രോപ്പറായിട്ട് പിന്നെ മേക്കപ്പ് മൂപ്പർക്ക് സ്വന്തം ചെയ്യാൻ ഇഷ്ടം വലുതായപ്പോ. അത് കുറച്ച് ഒരു ലിപ്സ്റ്റിക്ക് ഇത് ഇങ്ങനെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, വേറെ ഒന്നും ഇടില്ല. അങ്ങനെ ഫൗണ്ടേഷൻ്റെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല അവിടെ. അപ്പോൾ അങ്ങനെ സിമ്പിളായിട്ടാണ് ഒരുങ്ങാൻ ഇഷ്ടം. പക്ഷെ എനിക്കൊരു ഡോള് മാതിരി ആയതുകൊണ്ട് ഞാൻ പിടിച്ചിട്ട് ഇതിട്ട് ശരിയാ കുറേ നേരം അടിപിടി നടക്കും. വേണ്ട, പിന്നെ അച്ഛൻ വന്നിട്ട് ഒന്ന് കോംപ്രമൈസ് ആക്കിയാലാണ് ഒന്ന് അത് ഒതുങ്ങുള്ളൂ. അത് അച്ഛന്മാരാണല്ലോ, അച്ഛനായിരിക്കും സപ്പോർട്ട് ഉണ്ടാവുക പെൺമക്കൾക്ക് കൂടുതലും. എന്താ അവിടെ ബഹളം എന്നൊക്കെ ചോദിച്ചു വരുമ്പോ ഞാൻ പറഞ്ഞു എന്താ ഇവിടെ ഇങ്ങനെ എന്നൊക്കെ ചോദിക്കും. അപ്പൊ ഞാൻ ചോദിക്കും എപ്പോഴും, എന്താ എന്റെ ചെറുപ്പമാതിരി അല്ലല്ലോ ഇവിടെ ചെറുപ്പം, എനിക്ക് പണ്ടേ ഒരുങ്ങി നടക്കണം. ചെറിയ കുട്ടിയാകുമ്പോഴേ എനിക്ക് നന്നായി നടക്കണം. അത് അങ്ങനെ ആയിപ്പോയി. അപ്പൊ നമ്മള് പറഞ്ഞില്ല, ഞാനിങ്ങനെ ആയിപ്പോയി. അതെ അതെ. മകള് മാത്രമല്ല, ഞങ്ങളുടെ കുട്ടിക്കാലത്ത് തന്നെ പറയും, കുളിച്ചു വന്നാ കണ്ണെഴുതി പൊട്ടുകൊട്ടോളണം, ചന്ദനം തൊടുക, കണ്ണെഴുതിയിട്ട് പൊട്ടുകൊടണം. കണ്ണെഴുത്ത് മസ്റ്റാ. കണ്ണെഴുതി പൊട്ടുണ്ട്. ലിപ്സ്റ്റിക് ഇല്ല. ഇല്ല ഇല്ല, ആ കാലത്തൊന്നും അല്ല. പിന്നെ ഞാനാണ് പിന്നെ എന്തെങ്കിലുമൊക്കെ ലിപ്സ്റ്റിക് ഇടാൻ വേണ്ടി ആരും കാണാണ്ട് കുറച്ച് കുങ്കുമൊക്കെ വെള്ളത്തിലൊക്കെ ചലിച്ചൊക്കെ ഇട്ടൊക്കെ നോക്കും. അപ്പൊ പുറത്തേക്ക് എടുക്കുമ്പോഴൊക്കെ അമ്മ എന്താന്ന് എന്റെ ചുണ്ടുമല് അപ്പൊ പിടിക്കും. അതാണ് വലിയ നാണക്കേടാ, വലിയ ബുദ്ധിമുട്ടാ. ഞാനീ പരിഷ്കാരത്തിനൊക്കെ പിന്നാലെ നടക്കും. എന്റെ ചേച്ചിമാരെക്കാൾ കൂടുതൽ എഴുത്തിക്കലൊക്കെ എനിക്ക് കൂടുതൽ ഈ സൗന്ദര്യബോധം ആണല്ലേ. അങ്ങനെ ചെറുപ്പത്തിലെ കണ്ണെഴുതി പൊട്ടിട്ടേ നടക്കാവൂ എന്ന് പറയേ. അല്ലെങ്കിൽ ഒരു ശ്രീത്വല്യ അന്നത്തെ കാലത്തെ ഒരു കോൺസെപ്റ്റാ. അപ്പൊ ഞാനിപ്പോ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കണെന്ന് വെച്ചാൽ പണ്ടത്തെ ഇപ്പോഴത്തെ ഒക്കെ എനിക്ക് എല്ലാ കണക്ഷനും എനിക്ക് കിട്ടില്ല. എന്റെ ജനറേഷനിലുള്ളവർക്ക് എല്ലാവർക്കും പഴയതും പുതിയതും മനസ്സിലായി. പൊട്ടിന്റെ അളവൊക്കെ നിങ്ങളുടെയൊക്കെ ഞാൻ പറഞ്ഞു, എന്റെ സ്റ്റുഡൻസും വരുമ്പോ ഇങ്ങനത്തെ പൊട്ട് കൊടുക്കും. ഞാൻ പറയാം, എന്റെ ഭൂതക്കണ്ണാടി ഒന്ന് എടുക്കട്ടെ, പൊട്ട് നോക്കട്ടെ, കാണുന്നില്ലേ മുഖത്ത്. അതങ്ങനെയാണ്. ഗോപി പൊട്ടാണെങ്കിൽ ഗോപി പൊട്ട്, അങ്ങനെ അല്ലെങ്കിൽ വട്ടത്തെ പൊട്ട്, അതൊക്കെ വേണം. ഇതിപ്പോ ഒരു പെൻസിലിന്റെ ഒരു മൂട്ട ഉണ്ടോ അങ്ങനെ കഴിഞ്ഞു പൊട്ട് കഴിഞ്ഞു. അല്ല ശരിക്കും അത് ശരിയാണ് പറയുന്നത്. ചിലര് പൊട്ട് തൊടാതെ ഇരിക്കുന്നുണ്ട്. ഇത് കുത്താണ്, പൊട്ടല്ല. അല്ല, ഈ പൊട്ട് കാണുമ്പോ അത് എത്ര ചെറുതാന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ശരിക്കും. ഇത്ര വലുത് പ്രായം അനുസരിച്ചിട്ട് ഇങ്ങനെ വലുതാക്കിക്കൊണ്ടിരാം. പക്ഷെ പിന്നെ ഒരു സാമാന്യം ഒരു ഭേദമുള്ള ചുവൽപ്പുള്ള പൊട്ട് കൂടുമ്പോഴല്ലേ മുഖത്ത്. അല്ല, എന്നിട്ട് മോനിഷ മാം പറയാറുണ്ടോ ഇങ്ങനെയൊക്കെ? ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ അമ്മ എന്തെങ്കിലും പൊട്ട് തൊടുന്നത് അമ്മ അങ്ങനെയൊക്കെ പറയാറുണ്ടോ പണ്ട്? അമ്മയ്ക്ക് ക്ഷമയുണ്ട്, അമ്മ അതൊക്കെ ചെയ്തോളൂ. എന്നെ നിർബന്ധിക്കരുത്.
അതൊക്കെ ഞാൻ ചെയ്തോളാം. അത്രയല്ല. പക്ഷെ ചെറിയ കുട്ടിയാകുമ്പോ അങ്ങനെയല്ല. അവർക്ക് എനിക്ക് ഒരുങ്ങാൻ നിന്ന് വരും. ഫുള്ള് ഒരുക്കൽ തന്നെയാണ്. കുറച്ചുകൂടി വലുതായി കോളേജിലും തുടങ്ങിയതിന്റെ പോയതിന് ശേഷമാണ് വണ്ടിയൊക്കെ സ്വന്തം ഡ്രൈവ് ചെയ്ത് പോവും. അല്ല സ്കൂൾ വരെയാണെങ്കിലും KSRTCയിലേക്ക് ഓടുന്ന ആളാണ്. സ്റ്റുഡൻസ് അതായത് ക്ലാസ്മേറ്റ്സ് ഉണ്ടാവും. അച്ഛൻ കൊണ്ട് വിടണമെന്ന് ഇഷ്ടമല്ല, കാറിൽ കൊണ്ടുപോകണമെന്ന് ഇഷ്ടമൊന്നുമല്ല. നേരെ ഓട്ടും ബിഷപ്പ് കോട്ടൺ വരെ. അല്ല അപ്പൊ ഫ്രണ്ട്സ് 3-4 ആളുണ്ടാവും. അതൊക്കെ അവള് എൻജോയ് ചെയ്തിരുന്നു. പിന്നെ അവിടെ ആർക്കും അറിയില്ലായിരുന്നു. മനുഷ്യ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണല്ലോ അഭിനയിച്ചത്. അവിടെ ആർക്കും അറിയില്ലായിരുന്നു ഒരു ആക്ട്രസ് ആണിത്. ഈയിടെ ആരോ കണ്ടപ്പോ അവിടെ ക്ലാസ്മേറ്റ് ആയിരുന്നു. അപ്പോൾ ക്ലാസ്മേറ്റ് അല്ല, ഒരു ക്ലാസ് ചോടയാ കുട്ടി. അവിടെ എന്നോട് പറഞ്ഞാൽ എൻ്റെ സീനിയർ ആയിരുന്നു. അപ്പൊ ഞങ്ങളൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ അറിയാ ഒരു ആക്ട്രസ് ആണ് ഇത്, ഷീസ് ആൻ ആക്ട്രസ് എന്ന് പറയും. ഒരു ഡൗൺ ടു എർത്ത് പേഴ്സൺ, ഒന്നും അറിയില്ല. നമുക്ക് അറിയാനേ കോളേജിൽ പോയപ്പോൾ തന്നെയായിരുന്നു. ആ പ്രിൻസിപ്പള് അവര് നൺസാണ് മൗണ്ട് കമൽ കോളേജിൽ. അവരും ചോദിക്കും, അവര് ചോദിക്കും നോബഡി നോസ് ഷീസ് എൻ ആക്ട്രസ്. അവിടെ സാധാരണ കുട്ടിമാര് ഒരു തരം മേക്കപ്പ് സാധാരണ പോയി അവിടെ ബെഞ്ചിൽ അവിടെ ഇരുന്ന് പഠിച്ച് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, 5-6 ആള് പേര്. അങ്ങനെ അറിയില്ല. അങ്ങനെ ഒരു ജാട അതിലൊന്നും അവള് വിശ്വസിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ എല്ലാവർക്കും ഒരു ഇഷ്ടപ്പെട്ട ഒരു ഇതായി മാറും നമ്മള്. അതായത് എല്ലാ ആളുകളും ഓർമ്മിക്കപ്പെടുന്ന, അതായത് നമ്മളെങ്ങനെ പെരുമാറുന്നു അതാണ് നമുക്ക് തിരിച്ചു കിട്ടുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ആ സമയത്തൊക്കെ ഭയങ്കര ഫാഷനബിൾ ആയിരുന്നു, അല്ലെങ്കിൽ ആയിരുന്നു മുടി ഒഴികെ ബാക്കിയല്ല അന്നത്തെ ഫാഷൻ. അതായത് സൽവാർ, മറ്റേത് അതായത് ചുരിദാർ കുറവായിരുന്നു. പിന്നെ ആ ലെഗിൻസ് പറഞ്ഞ സാധനം ഇല്ല. ഫ്രോക്ക് ടൈപ്പ് ഒക്കെ ആയിരുന്നു തോന്നുന്നുണ്ട് അല്ലേ? അംബ്രല കട്ട് വരും. പിന്നെ ലോങ് സ്ട്രെയിറ്റ് കുർത്ത. അത് പിന്നെ ബാംഗ്ലൂരല്ലേ, അന്നും എനിക്ക് തോന്നുന്നു ഫാഷനബിൾ സിറ്റി ആണല്ലോ ശരിക്കും പറഞ്ഞ ബാംഗ്ലൂർ എന്ന് പറയുന്നത്. പിന്നെ അവിടെ മൗണ്ട് കാമലില് കോളേജസിലൊക്കെ പണ്ട് കുട്ടികൾ ജീൻസും ടോപ്പൊക്കെ ഇട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ആ കാലത്ത് കോളേജിൽ പോകുമ്പോൾ. അപ്പൊ അവിടെ ഒരു നിയമം പാസ്സാക്കി, കുട്ടികളാരും ജീൻസും ടോപ്പ് ഇടാൻ പാടില്ല. എല്ലാവരും സൽവാർ കമ്മീസ് അല്ലെങ്കിൽ അങ്ങനെ അകത്ത്. പിന്നെ ഗൗണൊന്നും അന്ന് പണ്ടില്ലല്ലോ. അത് കഴിഞ്ഞ് ഭയങ്കര ബഹളായിരുന്നു. അവിടുത്തെ കുറെ നോൺ മലയാളീസ് അല്ലേ, പല സ്ഥലത്തുനിന്നും വരുന്ന സ്റ്റുഡൻസാ. അപ്പൊ മൗണ്ട്സ് അന്നത്തെ കാലത്ത് ഭയങ്കര ഫാഷന്റെ സ്ഥലമായിരുന്നു. പലരും നമ്മളെ മോളെയൊക്കെ വിളിക്കാൻ വേണ്ടി കാറിൽ പോകേണ്ട എന്തെങ്കിലും ആവശ്യത്തിന്. അപ്പൊ നമുക്ക് കാണാം പുറത്ത് ഇങ്ങനെ ആൾക്കാർ കാത്തു നിൽക്കണത്, ഈ പെമ്പിള്ളേർ ഇറങ്ങി വരുന്നത് കാണാം. ഒക്കെ ഇപ്പൊ ഈ ബോംബെയിൽ നിന്നും കൽക്കട്ടയിൽ നിന്നൊക്കെ വന്ന് കുറെ സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടാവും. സൗത്തിലുള്ളവർ അതേമാതിരി കന്നഡികാസ് ഒക്കെ ആണെങ്കിൽ അങ്ങനെ അവര് പഴയ ട്രഡീഷണൽ അതും കാണാം. നമുക്ക് ധാവണിയൊക്കെ എടുത്ത് അതും കാണാം. അങ്ങനെ ശരിക്കും പൊട്ടൊക്കെ വെച്ച് കുങ്കുമ പൊട്ടൊക്കെ തൊട്ട് അങ്ങനെ 2 തരത്തിലുള്ള ഒരു ഫാഷൻ നമുക്ക് കാണാൻ പറ്റില്ലേ, നല്ലതാ. പക്ഷെ ആ സമയത്ത് നഗശതങ്ങളിൽ അഭിനയിച്ച സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിലത്തെ ഒരു കഥാപാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാട്ടിൻപുറത്തുള്ള അങ്ങനത്തെ ഒരു കഥാപാത്രമായിരുന്നു. അപ്പൊ ആദ്യമായിട്ട് ആ സിനിമ ചെയ്യുമ്പോ ഇത്രയും ഫാഷനബിൾ ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് എങ്ങനെ ഉണ്ടായിരുന്നു? അല്ല, അത് വീട്ടിൽ അങ്ങനെയല്ലല്ലോ. വീട്ടിൽ ഞങ്ങൾ വളർത്തുന്ന കുട്ടി, വീട്ടില് ഞങ്ങളുടെ സമ്പ്രദായത്തോടെ വളരുന്ന ഒരാളാണ്. അപ്പൊ ഞങ്ങളൊക്കെ എന്റെ സമ്പ്രദായം തന്നെയാണ് ഞാൻ എൻ്റെ കുട്ടികൾക്ക്. എൻ്റെ ഹസ്ബൻഡും അതേമാതിരിയുള്ള വീട്ടിൽ തന്നെയാണ്. അപ്പോ നമ്മളൊരു പാരമ്പര്യം, എണ്ണ കുളിക്കണതായാലും കോപ്പാണ്, അതെല്ലാം നമ്മളൊരു പാരമ്പര്യം. പക്ഷെ ഒറ്റ പ്രോബ്ലം ഉണ്ടായിരുന്ന മലയാളം സംസാരിക്കാൻ എൻ്റെ കുട്ടികൾ അങ്ങോട്ട് മലയാളം പറഞ്ഞാൽ പിന്നെ അവർ ഇങ്ങോട്ട് ഇംഗ്ലീഷ് പറയും. അത്രേ ഉള്ളൂ. പക്ഷെ മലയാളം അവർ സംസാരിക്കുമായിരുന്നു. ആ വല്യമ്മയൊക്കെ കൂടുതലുണ്ട്, അങ്ങനെ മലയാളം സംസാരിക്കും. പിന്നെ സിനിമയിൽ വന്നതിന് ശേഷം നല്ലോണം മലയാളം പറയും. അതുപോലെ എൻ്റെ മകൻ എപ്പോഴും പറയും, ഞാൻ ദുബായിലായിരുന്നു കുറച്ചു കാലം എൻ്റെ മകൻ. അപ്പോൾ അവിടെ പോയതിന് ശേഷമാണ് കൂടുതൽ മലയാളം സംസാരിച്ചത്. ദുബായിൽ മലയാളി ഒരുപാട് പറഞ്ഞു, ദുബായിൽ വന്നപ്പോൾ എൻ്റെ മലയാളം ഒന്ന് ഇമ്പ്രൂവ് ചെയ്തു. അതെനിക്ക് ഭയങ്കര രസമായിരുന്നു അന്നത്തെ കാലത്ത്. അതിന് ഒരുപാട് മലയാളികളുള്ള സ്ഥലമല്ലേ ദുബായ്. അപ്പൊ നമ്മുടെ കൾച്ചറിന് അവിടെ നല്ല ഭാഷയ്ക്ക് അതായിരുന്നു. പക്ഷെ ആ ഒരു കഥാപാത്രം ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണ് അത്. ഞാൻ എപ്പോഴും ഞാൻ പാട്ട് പാടാറുണ്ട്. അപ്പൊ ഇപ്പോഴും ആ പാട്ട് പാടാറുണ്ട്, മഞ്ഞൾ പ്രസാദവും എന്ന് പറഞ്ഞ പാട്ട്. ഇത്രയും ഇഷ്ടപ്പെട്ട സിനിമയാണ്. പിന്നെ ആ ഒരു താരത്തി വരുന്നതല്ല. ഇത് ഏത് വർഷമാണ് സിനിമ അറിയോ? 90 അല്ലേ? അല്ല, 85 ഷൂട്ട് ചെയ്ത് 86 റിലീസ് ചെയ്ത്
87 മോനിഷയ്ക്ക് അവാർഡ് കിട്ടിയ അവിടെ കിട്ടിയ സിനിമയാണ്. സിനിമയാണ്. അതെ അതെ അതെ. അന്ന് മോനിഷ അത് അഭിനയിക്കുമ്പോൾ വെറും 14 14 വയസ്സ്, 14 വയസ്സ്. 7ാം ക്ലാസ് പഠിക്കുക. ആ ആ ആ. അപ്പോൾ ഞാൻ ആലോചിക്കണത് കുട്ടിപ്പ് ഇങ്ങനെ പറയുമ്പോൾ എത്രത്തോളം വയസ്സായി എന്ന് എൻ്റെ ചോദ്യം. വയസ്സൊക്കെ പറയണോ? പറയണ്ട, പക്ഷെ ഞാൻ പറയണത് എത്രയോ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് ആലോചിച്ചതാണ്. അതെ അതെ ഈ അതെ. പ്രായത്തിൽ ഇപ്പം ആ പ്രായ എത്ര ചെറിയ കുട്ടിയായിരിക്കും ആ കഥാക്ഷരങ്ങൾ കണ്ടപ്പോൾ എന്നാണ് എനിക്ക് തോന്നിയത്. അതെ അതെ അതെ. ഇത്രയും ഓർമ്മിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിച്ചു. അതെ. വയസ്സിന് എനിക്ക് വേണ്ടിയല്ല. ഇഷ്ടമുള്ള സിനിമയാണ് അത്. ഞാൻ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് കാണാറുള്ള സിനിമയാണ്. പാട്ടും ഞാൻ എപ്പോഴും അതിപ്പോ പക്ഷേ റീല് തന്നെ ഇപ്പൊ പഴയ എടുത്തിട്ടുണ്ട്. പഴയ ഫാഷൻ, ഒരുപാട് ഫാഷൻ മാറിയില്ലേ ഇപ്പൊ? സിനിമ ആ ട്രെൻഡേ അല്ലല്ലോ, അല്ല 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 മാറി. ഇല്ല. പക്ഷെ എന്നാലും ആ സിനിമയുടെ കഥയും കഥാ രംഗങ്ങളൊക്കെ ഉണ്ടല്ലോ, നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട്. നമ്മുടെ ആ നാട്ടിൻപുറങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു ഒരു വീടും പരിസരവും തറവാടും ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമുള്ള അതെ, ഒരു എം ടിയുടെ സിനിമയാണ്. കഥകളും അതെ. ഹരിഹരന്റെ അവരുടെയൊക്കെ ഒരു ബെൽറ്റ് അങ്ങനെയാണല്ലോ, ആണ് ആണ് അങ്ങനെ ആണ്. പെട്ടതല്ലേ. അതെ അതെ. അപ്പൊ ആ ഒരു സിനിമയിൽ ആദ്യമായിട്ട് ദേശീയ അവാർഡ് കിട്ടിയപ്പോഴേ എന്തായിരുന്നു വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അമ്മയുടെ അടുത്ത്? മോളൊന്നും വന്ന് പറഞ്ഞല്ല, അല്ല. മോളോട് ഞങ്ങള് പറയണല്ലേ. അവളൊന്നും കണ്ടൊന്നുമില്ല. ഞാന് മോനിങ്ങനെ വന്ന് പറഞ്ഞപ്പോ അതൊക്കെ ഞാൻ ഇതിൽ ആ വിസ്തരിച്ച് ആ എഴുതിയിട്ടുണ്ട്, ആ ആ പുസ്തകം വായിക്കാൻ ആ പറയാം. ആ ആ. അത് എന്നോട് പറഞ്ഞൊന്നുമില്ല. അപ്പം ഞാൻ എൻ്റെ റിയാക്ഷൻ മാത്രമായിരുന്നു ഉം. കുറച്ച് വ്യത്യാസമായിരുന്നു. നമുക്ക് വേണ്ടായിരുന്നു ഉം. എന്നാണ്. ആ എന്താണ് നാഷണൽ അവാർഡ് എന്ന്? ആ ആ ഉർവശി അവാർഡ് എന്നാ പണ്ട് ആ പറഞ്ഞിരുന്നത്. ആ പിന്നെ ആ ആ ആ. ടൈറ്റിൽ എടുത്ത് കളഞ്ഞു. ആ ഉർവശി ഉർവശി അവാർഡ് എന്നായിരുന്നു ഉർവശി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ശാരദ ആ ആയിരുന്നു, ഓർമ്മ ഉണ്ടോ? ഉണ്ട് ഉണ്ട് ഉണ്ട്. ഉർവശി ശാരദ ആ, എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഉർവശി ശാരദ. പിന്നെ ആ ഉർവശി ടൈറ്റിൽ എടുത്ത് കളഞ്ഞു. ആ പിന്നെ ഒരു നാഷണൽ അവാർഡ്, നാഷണൽ ഇപ്പൊ ഭരത്, ആ ഇപ്പൊ നമ്മൾ പറയണത് ഇവരൊക്കെ ഭരതായിട്ട് പറഞ്ഞില്ല ആദ്യം. ആ. പക്ഷെ സ്ത്രീകൾക്ക് അങ്ങനെ കൂടുതലും ഉർവശി എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഉർവശിയായിരുന്നു. അതെ പിന്നെ ആ അതെ ഉർവശി കളഞ്ഞു. അതെ. ഇത് എടുത്ത് കളയണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ. ആർക്കറിയാം. ആ, ഉർവശി പക്ഷെ മുന്നിട്ട് അതൊക്കെ ഉം. ഇതായിരുന്നു. ഉം. കാരണം അവാർഡ് വാങ്ങിക്കഴിഞ്ഞിട്ട് ഉം. ഇത്ര മുടിയുണ്ടല്ലോ. ഉം. അപ്പോൾ അവാർഡ് വാങ്ങാൻ സെറ്റ് മുണ്ട കൊടുത്തിട്ടാണ് അവാർഡ് മേടിച്ചു. ഉം. അതൊക്കെ ഞാൻ വിസ്തരിച്ച പുസ്തകത്തിൽ ഉം. എഴുതിയിട്ടുണ്ട്. ഉം. അപ്പോൾ ആ പിറ്റേ ദിവസം ഡൽഹി ന്യൂസ് പേപ്പർ മുഴുവൻ ഈ കുട്ടിയുടെ ആ ഫോട്ടോഗ്രാഫായിരുന്നു. ആ ആ ആ. ഈ അതിനെപ്പറ്റിയുള്ള എഴുത്ത് ഒരുപാട് ന്യൂസ് പേപ്പറിൽ, എല്ലാ ഈ ഡൽഹിയിലെ ന്യൂസ് പേപ്പേഴ്സിലും ഉം. മനുഷ്യയുടെ മുടിയെ പറ്റി വർണ്ണിച്ചിട്ടാണ് ഇന്ന് പിറ്റേ ദിവസം. ഉം. അതെ ഹിന്ദിയിൽ അതെ അതെ ആലോചിച്ച് അതെ നോക്കണം, അതെ അതെ. ഇംഗ്ലീഷിലും ഒക്കെ ഉം. ഉം. എല്ലാത്തിലും ഈ കേരളത്തിനെ പറ്റി പറഞ്ഞാൽ കേരളത്തിൻ്റെ കൾച്ചർ. സെറ്റ് മുണ്ടും അതെ. ഈ കുട്ടിയുടെ മുടിയും ഒക്കെ ആയിട്ട് വലിയ ന്യൂസായിരുന്നു അത്. ഉം. നമുക്കൊന്നും അറിയില്ല. നമ്മൾ അതെ. ഡൽഹിയിലൊക്കെ പോയിട്ട് ആ ആ ആ. വാങ്ങിയിട്ട് തിരിച്ചു വരില്ലേ ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ കുറേ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ആ. അല്ല അപ്പൊ മോനിഷ മാമിന് ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നോ? അല്ല അവാർഡ് കിട്ടുമോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമില്ല. ആ പ്രായം അതാണായിരിക്കും. പ്രായത്തിൻ്റെ ഒന്നല്ല, ആ അവളാ വളരെ എൻ്റെ അത്ര എക്സൈറ്റ്മെന്റ് കാണിക്കൂല, ആ. അങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് ഉം. ഉം. ഒന്നുമില്ല. ഉം. ഫ്രണ്ട്സിൻ്റെ കൂടെ എന്തെങ്കിലും തമാശ കാര്യങ്ങളൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആവും. ബഹളി. മറ്റതൊക്കെ വളരെ ബാലൻസ്ഡ്. ആ. അതായത് അതങ്ങനെ അങ്ങനെ കാണിക്കുണ്ടായിരിക്കില്ല അല്ലേ ശരിക്കും പറഞ്ഞ? ഓവർ എക്സ്പ്രഷൻ ആയിട്ടോ അങ്ങനെ എനിക്കൊന്നും ആ, അങ്ങനൊന്നും കാണിക്കായിരുന്നില്ല. അങ്ങനെയൊന്നുമില്ല. ആ പക്ഷെ അത് എനിക്ക് തോന്നുന്നു അച്ഛൻ്റെ ഒക്കെ സ്വഭാവമാണ്. ആ ഞാനങ്ങനെയല്ലല്ലോ. ഞാൻ അങ്ങനെ എല്ലാം വിളിച്ചു പറഞ്ഞ് ആ ഓടി ചാടി ആ ബഹളം ആ കൂട്ടി ഭയങ്കര എക്സൈറ്റഡ്. ആ. അല്ലെങ്കിൽ നമ്മള് ഇപ്പൊ എന്തേലും പറയൂലോ, എല്ലാരും വിളിച്ചു പറയും നമ്മള് ആ കിട്ടിട്ടോ എന്ന്, നമ്മള് ഞാൻ വീട്ടുകാരെയൊക്കെ വിളിച്ചു പറയും. അത് അവളതൊന്നും പറയില്ലായിരുന്നു. മറ്റേ സംശയമൊക്കെ ഉണ്ടായിരുന്നു രാവിലെ ആയപ്പോൾ. എനിക്ക് തന്നെയാണോ അവാർഡ് തന്നെ? രാത്രി പേടിച്ചു, ആ ആ. നാളെ രാവിലെ തിരുത്തി പറഞ്ഞാലോ. അന്ന് ഉം. ടി വി മാത്രമേ ഉള്ളൂ. അതെ 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 അതെ. ടി വി അനൗൺസ് ചെയ്യണതാ, ഉം. ന്യൂസിൽ വന്നതാ. ഉം. 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 അങ്ങനെയാണ് നമ്മൾ അറിയണത്. അറിയുന്നത്. അല്ല അത് ശരിക്കും പറഞ്ഞാൽ പക്ഷെ ഒരു പാരന്റ്സിന് അത് ശരിക്കും ഒരു പ്രൗഡ് മൊമെന്റ് തന്നെയാണ്. അവരെക്കാൾ കൂടുതൽ അതനുസരിച്ച് ആ മൂമെന്റ് പ്രൗഡ് ആവാൻ, ആ മൂമെന്റ് എന്ന് പറയുന്നത് ഞങ്ങൾ അറിയണ സമയത്ത് എൻ്റെ ഹസ്ബൻഡിന് സുഖമില്ലാണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഓ. കാറിലൊക്കെ കൊണ്ടുവന്നിട്ട് അതൊക്കെ രീതിയുണ്ട്. ഉം. ഉം. അപ്പോൾ കൊണ്ടുവന്നിട്ട് ആ ഉം. ഒരു മൂമെന്റിലാണ് ഇത് മോൻ ഓടി വന്ന് പറഞ്ഞ മോക്ക് അവാർഡ് കിട്ടിയിട്ട് ഉം. 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 ന്യൂസിൽ പറയുന്നുണ്ട്. ആ അപ്പോഴാണ് അപ്പൊ എന്താണ് എക്സ്പ്രസ് ചെയ്യണ്ടേന്നുള്ളതും കൂടി നമുക്കൊരു ഇത് വരുമല്ലോ. നാഷണൽ അല്ലെങ്കിൽ അവാർഡ് പറഞ്ഞാൽ അപ്പം എനിക്ക് അവിടെ നാഷണൽ അവാർഡും അതൊന്നും തലേ പോലെ ഇല്ല അത്രയും ഇല്ല 12 ഇല്ല ഇല്ല. മണിക്കാണ് അറിയണേ. അന്ന് വീട്ടിൽ ചെല്ലുമ്പോഴല്ലേ അറിയാൻ പറ്റുള്ളൂ. നമുക്ക് ഫോണില്ലല്ലോ, ഇല്ല ഇല്ല ഇല്ല. നോ സെൽ ഫോൺസ്, നോ, വെറും ലാൻഡ് ലൈൻസ് അല്ലേ. അതെ അതെ അതെ. പിറ്റേ ദിവസം ഡൽഹിയിൽ നിന്നൊക്കെ കോള് വന്നു ഞങ്ങളുടെ ലാൻഡ് ലൈനിലേക്ക്, ഇതിലേക്ക്. അങ്ങനെയാണ് നമ്മൾ അറിയണത്. അറിയുന്നത് ഏറ്റവും വലിയ ഒരു അപ്പൊ നിമിഷം. ആ സമയത്ത് എന്ത് പറ്റി വെച്ചാൽ ഞങ്ങളുടെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നില്ല. ആ ആ. ഞങ്ങളുടെ ഫോൺ അപ്പോൾ വീട് ഷിഫ്റ്റ് ചെയ്ത്, ഉം. ഉം. അത് കമ്പനി ഫോണായിരുന്നു. ആ ആ ആ. അപ്പോൾ ഉണ്ണേട്ടൻ്റെ അത് കമ്പനി ഫോണായിരുന്നു. ഉം.
അപ്പൊ കമ്പനിയിൽ നിന്ന് മൂപ്പര് റിസൈൻ ചെയ്തു ആ ഒരു സമയത്ത്. അപ്പൊ ആ ഫോൺ അങ്ങോട്ട് കട്ടായി. അയ്യോ. അപ്പൊ അവിടുന്ന് അർജുൻ സിംഗിന്റെ ഓഫീസിൽ നിന്ന് മനുഷ്യ പറഞ്ഞു ഇങ്ങനെ ആയ സമയത്ത് ഫോൺ നമുക്ക് അവര് അടുത്ത വീട്ടിലേക്കാണ് വിളിക്കണേ, ഒഫീഷ്യലായിട്ട് വിളിക്കണം. അപ്പൊ പറ്റുന്നില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ അറിയിച്ചു, വി ഡോണ്ട് ഹാവ് എ ടെലിഫോൺ അറ്റ് ഹോം. അർജുൻ സിംഗിന്റെ അവിടുന്ന് മിനിറ്റിന് ഇവിടെ വന്നു ഫോൺ. അന്ന് അർജുൻ സിംഗ് ആണ് നമ്മുടെ ഫോറിൻ മൂപ്പര് മിനിസ്റ്റർ അവിടുത്തെ. ഇപ്പോഴും ഇരിക്കുന്നുണ്ട് ആ എൻ്റെ കയ്യില് ഫോട്ടോ. ഫോട്ടോ അല്ല, അവരുടെ മെസ്സേജ്. അവിടെ വന്ന് ഇവിടെ ഉടനെ വന്നിട്ടല്ല അത് വന്നിട്ട് നമ്മുടെ വീട്ടിൽ ലാൻഡ് ലൈൻ ഫിക്സ് ചെയ്തു. ആ നമ്പർ ഇപ്പോഴും ഞങ്ങളുടെ ഇപ്പോഴും മനുഷ്യയുടെ ചേട്ടൻ അത് എടുത്ത് വെച്ചിരിക്കുക. അതിപ്പോഴും ആക്റ്റീവാ ലാൻഡ് ലൈൻ. ശരിക്കും നമ്മുടെ ഒരു മെമ്മറി തന്നെയാണ്. ഞാൻ പിന്നെ അതൊക്കെ മതി മോനെ, വേണ്ട അതൊക്കെ പറഞ്ഞാൽ പറഞ്ഞില്ലല്ലോ, ദിസ് മൈ സിസ്റ്റേഴ്സ് ഫോൺ, ആ നമ്പർ അങ്ങനെ തന്നെ നിൽക്കട്ടെ. അപ്പൊ അതിങ്ങനെ എല്ലാ മാസവും അതെന്റെ ടെലിഫോൺ ബില്ലൊക്കെ കൊടുത്ത് ഉപയോഗിക്കില്ല, പക്ഷെ ബില്ലൊക്കെ കൊടുത്ത് ഇങ്ങനെ അതിനെ ലൈവ് ആയിട്ട് വെച്ചിരിക്കും. അത് ശരിക്കും വലിയൊരു കാര്യം തന്നെയാണ് കേട്ടോ. അതിന് പിന്നെ ചെറുപ്പം കൊച്ചുകുട്ടിയല്ലേ, അത് നമ്മള് ഫോണിന് തരേണ്ടി വന്നില്ല. ഫോണ് മറ്റത് നമ്മള് എക്സിക്യൂട്ടീവ്സ് ഒക്കെ ആകുമ്പോ കമ്പനിയുടെ എല്ലാം നമ്മൾ സറണ്ടർ ചെയ്യും. അപ്പൊ മുപ്പര് ആ ജോലി കഴിഞ്ഞ് ഞങ്ങൾക്ക് സ്വന്തമായി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു പീരീഡ് ഓഫ് ടൈമിലാണ് ഇതൊക്കെ വരുന്നത്. എല്ലാം കൂടി ഒരു കുറെ ഇവന്റ്ഫുൾ ആയി. അപ്പൊ അങ്ങനെ ഫോൺ അപ്പൊ ഉടനെ വന്നു ആ ഫോൺ. അതെപ്പോഴും എനിക്ക് ഭയങ്കര അതിശയാണ്, ഇത്രയും ചെറിയ കുട്ടിക്ക് നാഷണൽ ആയിട്ട് ഇന്ത്യ ഗവൺമെന്റാ കൊടുത്തിരിക്കണേ ടെലിഫോൺ. ഇതിന്റെ കൂടെ തന്നെയുള്ള ഒരു അതാണ് എൻ്റെ അമ്മയ്ക്കൊക്കെ ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു ഉള്ളിൽ കുട്ടിയെ സിനിമയിൽ വിടണേല്. പക്ഷെ പ്രസിഡന്റ് അവാർഡ് വന്നപ്പോ അമ്മയല്ല, അമ്മ ഭയങ്കര പെട്രിയോട്ടിക് അല്ലേ, അതോടുകൂടി എല്ലാവർക്കും സമ്മതം. അങ്ങനെ ഒരു പ്ലസന്റ് ആയിരുന്നു. അപ്പൊ ചെറുപ്പത്തിൽ തൊട്ട് തന്നെ ഡാൻസും നൃത്തവും എല്ലാ കാര്യങ്ങളൊക്കെ പണ്ടല്ല, ചെറിയ കുട്ടിയമ്മ കളിക്കും ഒക്കെ ചെയ്യാൻ. നടക്കാൻ തുടങ്ങുമ്പോഴേ പിച്ച വെച്ച് നടക്കുമ്പോ തന്നെ എല്ലാരും പറയും ഇവളൊരു ഡാൻസറാണ്. അത്ര അങ്ങനെ ഉണ്ടായിരുന്നില്ല. അപ്പോഴേ അമ്മയും ഡാൻസർ ആയിരുന്നല്ലോ, അപ്പൊ പിന്നെ മകളെയും അല്ലേ ഡാൻസർ തന്നെയാ. ഇപ്പോഴാണ് ഇപ്പോഴും ഞാൻ പഠിപ്പിക്കും. ഇപ്പോഴും ഞാൻ എന്തെങ്കിലും ഇപ്പൊ പിന്നെ കുറെ പ്രായമുള്ളവരൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. എന്റെ ക്ലബില് ഒരു 60 വയസ്സ് ഇതുവരെ ഡാൻസ് ചെയ്യാത്തവരൊക്കെ ഇപ്പൊ ഞങ്ങൾ ഗ്രൂപ്പ് ഡാൻസ് ഒക്കെ തുടങ്ങി. അതൊക്കെ ഒരു വലിയ അനുഭവങ്ങളാണ്. അതൊക്കെ എന്റെ ഓട്ടോബയോഗ്രഫിയിൽ വരും. ഇനി അടുത്തത് ഒരുപാട് എഴുതാനുണ്ട്, നല്ല കാര്യങ്ങൾ കുറെ എഴുതാനുണ്ട്. ഞാനൊരു മോട്ടിവേഷണൽ ടോക്ക് ആണല്ലോ. ഞാൻ കുറെ എനിക്ക് ടോക്കൊക്കെ ഉണ്ടാവും. ഇതെല്ലാം ഇങ്ങനത്തെ കാര്യങ്ങൾ എങ്ങനെ അതിജീവിക്കണത് എന്നൊക്കെ ചോദിച്ചിട്ട് കുറെ വരുമല്ലോ. അപ്പൊ അതിന് കുറെ നമ്മള് അതിന് കുറെ പഠിച്ചിട്ടുണ്ട്. പിന്നെ കുറെ ഹീലിംഗ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. കുറെ കാലം അങ്ങനെ ചെയ്തു എൻ്റെ ഇടയില് ചെയ്തു. കുറേ എപ്പോഴും ഞാൻ പഠിച്ചോണ്ടിരിക്കും. ഇപ്പൊ പിന്നെ ഞാൻ കുറച്ച് ഡിജിറ്റൽ കാര്യങ്ങൾ പഠിച്ചോണ്ടിരിക്കും. അതെ. അതുപോലെ തന്നെ മോനിഷ മാമിനെ ഏറ്റവും നൃത്തം അല്ലാതെ അഭിനയം അല്ലാതെ വേറെ ഇഷ്ടപ്പെട്ട കാര്യം എന്തായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്? അവള് ഇഷ്ടപ്പെട്ട കാലം ഡ്രൈവിങ്. കാറ് ഫുൾ സ്പീഡിൽ ഡ്രൈവ് ചെയ്യാം, ഉറക്ക പാട്ടും വെച്ച് ഒക്കെ ഇംഗ്ലീഷ് സോങ്സും വെച്ച് വലിയ സൺഗ്ലാസസ് ഒക്കെ മാറിയിടും. എന്നിട്ട് ഭയങ്കര സ്പീഡിൽ MG റോഡ്. പിന്നെ ഏട്ടൻ്റെ ബൈക്കിന്റെ ബാക്കിൽ കയറി ചെയ്തിട്ട് MG റോഡൊക്കെ അന്ന് നല്ല സ്ഥലം ഇതല്ലേ, ഇപ്പോഴൊക്കെ അല്ലേ ഇതൊക്കെ ഫ്ലൈ ഓവറൊക്കെ വന്ന് MG റോഡൊക്കെ പോയി. ഞങ്ങളുടെ പണ്ടത്തെ ബാംഗ്ലൂരല്ലേ. ഭയങ്കര ഇഷ്ടമായിരുന്നു ഡ്രൈവിങ്. നന്നായി ഡ്രൈവ് ചെയ്യും, വരയ്ക്കൊന്നുമില്ല. പിന്നെ അവൾ എന്തൊക്കെ ചെയ്തിരുന്നേ, പിന്നെ പാട്ട് പാടുമായിരുന്നോ? പഠിക്കും, എല്ലാം വായന, നന്നായി വായിക്കും, കുറേ പുസ്തകങ്ങൾ വായിക്കും. അതൊക്കെ നല്ല ഇതായിരുന്നു. പാട്ട് എന്തെങ്കിലുമൊക്കെ പാട്ടിന് ഞങ്ങളൊക്കെ പറഞ്ഞാൽ തന്നെ പാടുള്ളൂ. പാടും, പാടിയിട്ടുണ്ടല്ലോ ലാലിന്റെ കൂടെ, MG ശ്രീമാനോടെ ഒക്കെ പാടി. ഷോയില് അതെനിക്ക് യൂട്യൂബിൽ ഇപ്പോഴും അത് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. അങ്ങനെ പിന്നെ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും പാടും തന്നെ. അതിനുശേഷം കുറേ സിനിമകൾ മലയാളത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങളായിരുന്നു. ചെപ്പടി വിദ്യയിലായാലും ആര്യൻ, അധിപനിലൊക്കെ. ചെപ്പടി വിദ്യ അവസാനത്തെ സിനിമയാണ്, പക്ഷെ എന്നാലും ചെയ്തില്ലല്ലോ. പക്ഷെ
ആര്യനില് നല്ലൊരു കഥാപാത്രമായിരുന്നു. എനിക്ക് ആ പാട്ട് പൊന്മുരളിയൂതും കാറ്റിൽ ഇപ്പോഴും ആ പാട്ട് കേൾക്കുന്ന സമയത്ത് ഒക്കെ കഥാപാത്രങ്ങളായിരുന്നു. അപ്പോൾ ഓരോ സിനിമ അടുത്തടുത്ത് സിനിമ വരുന്ന സമയത്ത് അമ്മോടൊക്കെ എങ്ങനെയാ വന്ന് പറയാറുള്ളത്? കഥാപാത്രത്തെ പറ്റിയിട്ടൊക്കെ പറയാറുണ്ടോ? ഏയ് ഇല്ല. ഇല്ല. ഞങ്ങൾ സംസാരിക്കാറില്ല. അങ്ങനെയാണോ? എനിക്കതൊന്നും ആവശ്യമൊന്നുമില്ല. അവളെ അഭിനയിക്കണം എന്താണ് ശരിയായി ആ ചോദ്യം ജഡ്ജ്മെൻ്റ് ഒന്നുമില്ല. ആ. അവൾ മര്യാദയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് അവൾ ഉറങ്ങിയിട്ടുണ്ടോ, അവൾക്ക് കുളിക്കണ്ടേ, അവളെ നോക്കണ്ടേ, അവളെ സുരക്ഷ കംപ്ലീറ്റ് ഞാൻ അതാണ്. പിന്നെ അവിടെ പിന്നെ എല്ലാവരും ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ശ്രീവിദ്യയായിട്ട് വളരെ ക്ലോസ് ആയിരുന്നു. അപ്പോൾ അവർ കുറേ വർത്തമാനം പറയും. അങ്ങനെ ഇവിടെ പാർവതിയുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ആകുമ്പോൾ പിള്ളേരെ കൂടി ഇരിക്കും, കുറേ വർത്തമാനമൊക്കെ പറയും. വിനീത്, ആ. മനോജ്, ഇവരൊക്കെ കൂടെയൊക്കെ ആ പെരുന്തച്ചനിൽ മനോജിന്റെ അതെ, കൂടെ അതെ, അതെ. ഭയങ്കര തമാശ. പെരുന്തച്ചനിലുണ്ടായിരുന്നു. സെറ്റിൽ എപ്പോഴും ഭയങ്കര ബബിളിയാ. ആണ്, ആണ്. ആ, ആ. സെറ്റിൽ അവള് കറക്റ്റ് എല്ലാരും കിട്ടണം. ആ, ആ. അവന് ഭയങ്കര ബബിളിയാ, ചിരിയും കളിയും ബഹളമൊക്കെ അതൊക്കെ ഉണ്ട്. ആ. അല്ലാതെ വന്ന് അതിനെപ്പറ്റി അല്ലാണ്ട് പറയാലോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. നമ്മളതിനൊന്നും എനിക്കറിയില്ല. ഞാനിപ്പം നിങ്ങൾ ചോദിക്കുമ്പോഴാണ് ഞാൻ അങ്ങനെയൊക്കെ എന്താ ചെയ്യാന്നൊക്കെ ഓർമ്മ വരുന്നത്. അതെ. എന്നാ എങ്ങനെയായിരുന്നു യൂസ് ഞാൻ കേൾക്കും കഥാപാത്രം ഞാൻ ആ, മനസ്സിലാക്കും. ആ, അതെ. അത് നമ്മൾ അഭിനയിക്കുന്നതിന് കണ്ട് സിനിമ മുമ്പേ പിന്നെ കണ്ടിട്ട്. എന്താ വെച്ചാ മോളൊക്കെ അറിയാം ഉം. എവിടെ അവൾക്ക് എന്ത് ചെയ്യണം എന്ന് അവൾക്കറിയാം. അറിയാം. അപ്പൊ അത് ചോദിച്ചോ ചില കണ്ടീഷൻസ് അതൊക്കെ ചോദിക്കും. പിന്നെ നക്ഷതങ്ങൾ കഴിഞ്ഞതിന് ശേഷം കുറച്ചുകൂടി തിരക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കുമല്ലോ സിനിമയിലൊക്കെ. അപ്പോൾ എങ്ങനെയായിരുന്നു വീട്ടിലൊക്കെ വരാറില്ല ഷൂട്ടിന്റെ സമയങ്ങളിലൊക്കെ? അമ്മ കൂടെ പോവായിരുന്നു? എങ്ങനെയായിരുന്നു ആ സമയത്തൊക്കെ? അമ്മ 100%. ആ, ആ, ഒറ്റ കാര്യം പറയാം ഒരു എന്താ, ഞാനൊരു ഓൺട്രപ്രണറാ. ആ, 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 എൻ്റെ കഥ വലിയൊരു കഥയാണ്. ആ, അപ്പോൾ എനിക്ക് ഫാക്ടറി ഒക്കെ ഉണ്ടായിരുന്നു, ഉം, ഉം, പ്രിന്റിങ് പ്രസ്, ഉം, ഉം, സ്ക്രീൻ പ്രിന്റിങ്. ഉം. എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഉണ്ടായിരുന്നു പെൺകുട്ടികൾക്ക് ജോലി കൊടുക്കുക. ഓ. അപ്പോൾ 9 പെൺകുട്ടികൾക്ക് ജോലി എടുത്തു. അത് ഞാനൊരു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയാണ് തുടങ്ങിയത്. കാരണം അതിനവിടെ പ്രശ്നങ്ങളൊന്നും വരില്ല. അപ്പോൾ SSI യൂണിറ്റ് തുടങ്ങിയിട്ട് ഒരു ലെതർ യൂണിറ്റ് ഒക്കെ ആദ്യം പ്രിന്റിംഗ് പ്രസ്സാക്കി അത് ഡൈവേഴ്സിഫൈ ചെയ്ത് പിന്നെ ലെതർ ഉണ്ടാക്കി, ലെതറിൻ്റെ കുറേ സ്മോൾ പ്രോഡക്ട്സും അങ്ങനെയൊക്കെ. അപ്പം ഞാൻ എൻ്റെ കുറേ കാര്യങ്ങൾ അങ്ങനെ നടക്കണം. പിന്നെ ഈ മോളുടെ ഷൂട്ടിങ്ങിൻ്റെ പിന്നാലെ പോകണം, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം. മകനാണെങ്കിലൊക്കെ ഫൈനൽ ഇത് വരണം. പക്ഷെ പിള്ളേരെ കൊണ്ടൊന്നും എനിക്കൊരു തൊന്തരവില്ല, അവരൊക്കെ പഠിച്ചോളും ഓരോ വിധത്തിൽ രണ്ടാളും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ മനുഷ്യരുടെ പഠിത്തം അവർക്ക് വളരെ സ്റ്റുഡിയസ് ആയിരുന്നു. ചില പ്രോഗ്രാമിനൊരിക്കൽ ഫാസിൽ സാർ പറഞ്ഞിട്ട് ഒരമ്പലത്തിൽ പ്രോഗ്രാമിന് വന്നു. ആലുവയിലെ ഒരു അമ്പലത്തിൽ മോളെ പ്രോഗ്രാം അവർ വിളിച്ചു പറഞ്ഞു, ഫാസിലെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ മനുഷ്യരുടെ ഒരു പ്രോഗ്രാമൊക്കെ ഞങ്ങൾ വരുമ്പോൾ അന്ന് അത് എക്സാക്ട്ലി പരീക്ഷയുടെ 10th എക്സാമിൻ്റെ ഒരാഴ്ച മുമ്പ് മാർച്ചിൽ ഒരാഴ്ച മുമ്പേ പോയിരുന്ന് ആ പുസ്തകം കൊണ്ടുപോയി ഓർക്കസ്ട്ര വെച്ച് ഫുൾ കച്ചേരിയാ. പിറ്റേ ദിവസം വൈകുന്നേരം തലേ ദിവസം അതും പഠിച്ചതൊക്കെ നോക്കിയാൽ വെച്ച് കച്ചേരി കഴിഞ്ഞ് ഞങ്ങൾ ഇത് വീട്ടിൽ ഒരാഴ്ച കഴിഞ്ഞേക്ക് എക്സാം പാസ്സായി, ഫസ്റ്റ് ക്ലാസ് ആയി. അപ്പോൾ അത്ര ഒന്നിനും എക്സ്ക്യൂസ് പറയില്ല. അതെന്റെ സ്വഭാവം. അതെനിക്കും കുറച്ച് നിർബന്ധം. എനിക്കിപ്പോ അതുണ്ട്, അതുകൊണ്ട് എനിക്ക് അതിന് വരാൻ പറ്റില്ല. അതില്ല, അങ്ങനെയില്ല. ഇതിന്റെ കൂടെ ടൈം ഈസ് വിത്ത് യു, യു മാനേജ് ദ ടൈം എന്നാണ്. അതെ ഞാൻ എൻ്റെ അമ്മയെന്ന് പഠിച്ച ടൈം മാനേജ്മെന്റ്. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഇത്രയും പ്രായത്തിൽ ഇത്രയും കാര്യങ്ങൾ എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റും. ടൈം മാനേജ്മെന്റാ. അപ്പൊ നമ്മള് ബുദ്ധി ഷാർപ്പായിട്ടിരിക്കണം അല്ലേ? അതെ. അപ്പൊ പിന്നെ മറ്റുള്ളവർ ഇടപെട്ടിട്ട് നമ്മൾ ടൈം കളയണേ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതിനൊക്കെ നമ്മൾ ടൈം കണ്ടെത്തണം. പലരും പറയൂലോ എനിക്ക് അതിന് സമയമില്ല ഇതിന് സമയമില്ല. നമുക്ക് സമയമുണ്ട്, പക്ഷെ നമ്മൾ സമയം കണ്ടെത്തുന്നില്ല. അത് ടൈം മാനേജ്മെന്റ്. അതെ. പിന്നെ കുറച്ച് ഡീവിയേഷൻസ് വരുന്ന പലരും കൂടി വരുന്ന ഒരു കാര്യത്തിൽ വരുമായിരിക്കാം, പക്ഷെ അത് കഴിഞ്ഞാൽ അപ്പുറത്തേക്കിന് ടൈം മാനേജ് ചെയ്യണം. അതെ. അങ്ങനെ കുറച്ച് അതിലും മനുഷ്യ അതിലും മിടുക്കിയായിരുന്നു. ടൈം മാനേജ്മെന്റ് പിടിക്കുക. അതുകൊണ്ടാണ് ഇത്രയും പഠിക്കാനും കളിക്കാനും എല്ലാത്തിനും സമയമുണ്ട്. പിന്നെ മെയിനായിട്ട് എന്താ ഹോബി ഫുള്ള് നായ്ക്കുട്ടികളെ വളർത്തല്. അയ്യോ നായ ഭ്രാന്തി. അതൊരു ചാപ്റ്റർ അല്ലെങ്കിൽ ആ ബുക്ക് കംപ്ലീറ്റ് ആവില്ല. അത് ഒരു പ്രത്യേക തരം വീട്ടിലത് മുഴുവൻ വായിക്കുമ്പോഴേ അറിയില്ല അവിടെ എന്തൊക്കെ ഡ്രാമകളാ നടക്കാന്ന്. പട്ടിക്കുട്ടികളെ വിളിക്കും, നല്ല രസമാണ്. ശരിയാണ് സ്ട്രെയിൻ. പക്ഷെ ഞാൻ എല്ലാത്തിനും നിൽക്കും. എനിക്ക് ഭയങ്കര ക്ഷമയാ മോളോട്.
മോളോട് മാത്രല്ല, വീട്ടിൽ ഭയങ്കര പൊട്ടിത്തെറിയൊക്കെ എൻ്റെ വക ഉണ്ടാവും. എന്നാലും അത് കൂടുതൽ ഭർത്താവിനോടായിരിക്കും. നീ വന്നാല് ഏറ്റവും ബഹളം കൂട്ടാൻ പറ്റിയ ആള് അതങ്ങനെയാണല്ലോ, നമുക്ക് ഇഷ്ടപ്പെടുന്ന ആളുകളോടാണല്ലോ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് വേണേ പറയാം. മഹാഭാവാണ് ആണുങ്ങളെ കാര്യം. അതെ. അല്ല, അപ്പൊ അച്ഛനോട് എങ്ങനെയായിരുന്നു? അച്ഛനോട് ഭയങ്കര അച്ഛൻ മകളും അച്ഛനും കൂടിയാണ് എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്ത് വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് തീർച്ചയാക്കണം. ചിലപ്പോ സിനിമയുടെ ചിലപ്പോ അച്ഛനോട് പറയുമായിരിക്കും ചിലപ്പോ അല്ലെ. എന്താ പറയാനുള്ള, സിനിമയില് ദിവസം കണ്ട് അഭിനയിച്ചു പോകുന്നു. ആ ഒരു സീൻ, ഈ സീൻ അത്രയ്ക്കേ അവൾക്ക് അതിനെപ്പറ്റിയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് എപ്പോഴും അങ്ങനെ തോന്നുന്നു. അതെ അല്ലെ. അച്ഛനോട് അടുത്തൊക്കെ പറ്റിയൊന്നും പറയാനില്ല. ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനാണ് ഇങ്ങനെ കുത്തുകനെ പറഞ്ഞത്. അതും കമന്റടിയാണ് മെയിനായിട്ട്. അതാണ് അതോ ഞാൻ പറയും മിണ്ടാണ്ടിരിക്കാൻ പറയും, അവര് കേക്കുന്നൊക്കെ പറയും. ആ കമന്റടി ഭയങ്കര അങ്ങനെ എന്നോട് പറഞ്ഞിട്ട്. പക്ഷെ ശരിക്കും പറഞ്ഞ ആദ്യത്തെ സിനിമ തിയേറ്ററിൽ വന്നപ്പോ ഫാമിലി ഇരുന്ന് സിനിമ കണ്ടപ്പോ ഉള്ള ഒരു ആ മൊമെന്റ് എങ്ങനെ ഉണ്ടായിരുന്നു? ആദ്യത്തെ ഞങ്ങളെ പ്രിവ്യൂ ആണ് കണ്ടത് മദ്രാസ് പോയി. ഞാനും ഉണ്ണേട്ടനും മോളും ഞങ്ങളെ മാത്രമേ മോനും മദ്രാസില് ഹരിഹരനും ഉണ്ടായിരുന്നു. ഞാൻ വിറച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കയറിയിരുന്നു. ഇവിടെ എന്താ ഞാൻ കാണാൻ പേടിയായിരുന്നു വാസ്തവത്തില്. അങ്ങനെ പേടിയായിരുന്നു. എന്താ ഈ കുട്ടി എന്ത് ചെയ്തത്, എങ്ങനെയത്, എത്രത്തോളം നല്ലതാണോ ചീത്തയാണോ, വല്ല ശരിയല്ലാത്ത രംഗങ്ങളിലുണ്ടോ, അതൊക്കെ എന്താ വിചാരം, പേടി. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അപ്പം എന്നിട്ട് പണ്ടെന്ന് പറഞ്ഞു, ഹരിഹരനൊക്കെ പറഞ്ഞു, അവനിങ്ങനെ ഒന്നും പേടിക്കണ്ട, പോയി കണ്ടോളൂ, അത് എന്തെങ്കിലും അതൃപ്തി ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ ശ്രീദേവി, ഞാൻ പടം റിലീസ് ചെയ്യില്ല. അത്രയ്ക്ക് വരെ അവർക്ക് അറിയാതെ എനിക്ക് ഇഷ്ടപ്പെടും. പക്ഷെ കണ്ട് കഴിഞ്ഞപ്പോൾ ഓട്ടിപ്പോയി ഞാൻ ഡയറക്ടറെ അടുത്തേക്ക്. ഞാൻ തൊഴുത് പറഞ്ഞു, അരെ എൻ്റെ മകളെ ഒരു നായികയാക്കി. ഇതാ ഞാൻ പറഞ്ഞു. എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട്. എന്തോ ഒരു സന്തോഷമായിരുന്നു എല്ലാവർക്കും അവിടെ. ഇറങ്ങി കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഇമോഷണലായില്ല അവസാനം. അതായിരുന്നു എൻ്റെ അപ്പോഴത്തെ സ്റ്റേറ്റസ്. പിന്നെ അവിടെ ഈ പഴയ പത്മിനി വന്നിട്ടുണ്ടായിരുന്നു റിവ്യൂ കാണാൻ. അപ്പൊ അവരെ എനിക്ക് എൻ്റെ ചെറുപ്പത്തില് അവരെ ഒന്ന് തൊടാൻ വലിയ മോഹമായിരുന്നു. ഞാൻ ഭയങ്കര ഫാനായിരുന്നു കുട്ടിയാകുമ്പോ. ലളിതാ പത്മിനി രാഗിണി, വൈജയന്തിമാല, ഇവരെ ഞാൻ സെറ്റ് ചെയ്തിരിക്കും എൻ്റെ മനസ്സിൽ. ഒരു സിനിമ ആണ്, ഡാൻസേഴ്സ് മാത്രല്ല, അവര് സിനിമയല്ലേ. എനിക്ക് എന്തായാലും അവരെ പോലെ ഒരു ആക്ട്രസ് ആവണം, ഡാൻസ്, ഇതൊക്കെയല്ല എൻ്റെ മോഹം മുഴുവൻ. എൻ്റെ മോഡൽസ് അവരായിരുന്നു, റോൾ മോഡൽ. വൈജയന്തിമാല, പത്മിനി അതിസുന്ദരിമാരും ഭയങ്കര ടാലന്റും ഡാൻസും അഭിനയവും അസാധ്യം അപ്സരസുകളായിട്ടാണ് ഞാൻ അവരെ കണ്ടിരുന്നത്. ചെറിയ കുട്ടിയാകുമ്പോൾ 5-6 വയസ്സുമൊക്കെ നമുക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ. അപ്പോഴേക്കും അതൊക്കെ എൻ്റെ ഓർമ്മ ശക്തി ഉണ്ട് അതിൽ. അപ്പം ഞാൻ എപ്പോഴും ഓർക്കും. പിന്നെ എല്ലാ സിനിമയും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് കാണുന്നത്. വൈജയന്തിമാലയെ കാണുമ്പോൾ അവരുടെ ചിരിയും അയ്യോ എന്തൊരു ഭ്രാന്ത. അവരാണ് എന്നെ ഇൻസ്പയർ ചെയ്തിരിക്കുന്നത് ജീവിക്കാൻ ഇതുവരെ ഇപ്പോഴും. അവർ 72-80 വയസ്സിൽ അവരുടെ ഫുൾ കച്ചേരി കണ്ട ആളാണ് ഞാൻ. അന്ന് രാവിലെ ഞാൻ കാലങ്ങോട്ട് പിടിച്ചിരുന്നു. തോടി വർണ്ണ അവർ സുമസായക വർണ്ണ അതൊക്കെ ചെയ്തിട്ട് അവർ വന്നിങ്ങനെ നിൽക്കണു. കുറെ പ്രായമല്ലേ പറയുമ്പോ ഞാൻ ഓടി ഗ്രീൻ റൂമിലോടി. അവരാ റിങ്ങിൽ നിൽക്കുക. ഞാൻ എല്ലാം അങ്ങോട്ട് ഓടിപ്പോയി. ഞാൻ നിലത്ത് അവിടെ ഇരുന്ന് കാല് കെട്ടിപ്പിടിച്ച് അവിടെ ഇരുന്ന് വിട്ടില്ല. അപ്പൊ എനിക്ക് എന്താ പറയുക, ഞാൻ വേറൊരു ലോകത്തിലായിപ്പോയി. അത് അവർക്ക് അപ്പോഴേക്ക് മോളില്ല കേട്ടോ. ആ സമയത്താണ് ഞാൻ പോയി കാണണം. അപ്പോഴേക്ക് എത്ര പ്രായം ഉണ്ടോ നോക്കുക അവർക്ക്. അസാധ്യമായിരുന്നു അവരുടെ. അപ്പൊ അങ്ങനെ എനിക്ക് വലിയ ഭ്രമമായിരുന്നു. അപ്പൊ ഒരിക്കൽ ഞാൻ അവരെ അങ്ങനെ കണ്ടു. വേറൊരു പ്രാവശ്യം പ്രോഗ്രാമിന് എന്നെ ഇൻവൈറ്റ് ചെയ്തിരുന്നു അവരും. അപ്പോൾ അവർ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ അടുത്തിരിക്കുന്ന ഞങ്ങളുടെ വളരെ വേണ്ടപ്പെട്ടൊരു സുഹൃത്തുണ്ട്, രാമമൂർത്തി, KC രാമമൂർത്തി. അത് അവിടുത്തെ വലിയ VIP. അപ്പോൾ ഞാനവിടെ അങ്ങനെ എനിക്ക് വൈജയന്തിനെ ഭയങ്കര ഭ്രമ. അപ്പോൾ ഫാൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ഫാൻ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ അനുഭവിച്ചിരിക്കുന്ന വൈജയന്തി. അപ്പോൾ അടുത്തിരിക്കുമ്പോൾ വൈജയന്തി അങ്ങനെ സ്റ്റേജിൽ ഭയങ്കരമായിട്ട് നിന്നിട്ട്, അപ്പോൾ അവർ ചീഫ് ഗസ്റ്റ് വന്നതാണെങ്കിൽ ഒരു ഭയങ്കരമായി ഡ്രസ് ചെയ്തിട്ട് വരിക. ഒരു 3-4 മാല,
വലിയ അവരുടെ അയ്യങ്കാർ പൊട്ട് നീളത്തിൽ ഇവിടുന്ന് ഇവിടെ വരെ ഉണ്ടാവും. ഭയങ്കര പ്രായമായാലും നല്ല മേക്കപ്പൊക്കെ നല്ല ഭംഗിയായിട്ട് വരും. പഴയ പട്ട് സാരിയൊക്കെ കൊടുത്ത് ആ സ്റ്റൈലിന് വരണേ. അപ്പം ഞാൻ അങ്ങനെ അവരിൽ നിന്നും ഞാൻ വരുന്നത് അപ്പം ഇവരെന്നെ ശ്രദ്ധിക്കുന്നുണ്ട് രാമമൂർത്തി മറ്റേ. അപ്പം എന്നോട് എന്നെ വിളിച്ചു കമ്മിയാന്ന് പറഞ്ഞു. ആ തൊട്ടപ്പുറത്ത് സീറ്റുണ്ട് അവിടെ ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ വൈജയന്തിൻ്റെ അടുത്ത് ഞാനിരുന്നു. ഇരുന്ന് എനിക്ക് എന്തൊക്കെയാ പറയേണ്ട അറിയില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ഞാൻ പറഞ്ഞു മാം ഐ എം എ ഗ്രേറ്റ് ഫാൻ ഓഫ് യു. അപ്പോൾ ചിരിച്ചു. ചിരിച്ചിങ്ങനെ എന്തോന്ന് വർത്തമാനം പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ഭയങ്കര മോഹമായിരുന്നു, എനിക്ക് നിങ്ങളെ മാതിരി ആവണം. മീൻ വൈൽ ഐ വോണ്ട് എ ഡോട്ടർ ലൈക്ക് യു. എനിക്ക് ഭയങ്കര മോഹമായിരുന്നു വൈജയന്തിരമാല മാതിരി ഭംഗി ഉണ്ടാവണം എൻ്റെ മകള് എന്ന് കല്യാണം കഴിയുന്നതിന് മുമ്പ് കേട്ടോ. അന്നത്തെ ഡ്രീമാണ് എനിക്ക്. ഒരു മകളുണ്ടായ എങ്ങനെയായിരിക്കണം, ഇങ്ങനെ ടാലന്റ്, ഇത്ര ഭംഗി വേണം, ചിരിക്കണം, നല്ല ചിരി വേണം. അവരുടെ താടി ഇങ്ങനെയാണ്. എൻ്റെ താടിയൊന്നും അങ്ങനെയല്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വലിച്ചൊക്കെ നോക്കും കുട്ടിയാകുമ്പോൾ ഇതെങ്ങനെയെങ്കിലും ഒന്ന് ഇതാക്കാൻ പറ്റും. അത് വലിയ മോഹമായിരുന്നു. പിന്നെ അവരുടെ അടുത്ത് പറഞ്ഞു. അപ്പം അവരൊക്കെ ഭയങ്കര ഞാൻ പറഞ്ഞു എനിക്ക് പക്ഷേ ഐ ഗോട്ട് എ ബ്യൂട്ടിഫുൾ ഗേൾ. ആ സമയത്ത് ഇപ്പുറത്ത് അവർ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇരിക്കുന്നു. അപ്പം അവർ വേഗം എൻ്റെ പാവം എൻ്റെ താടി ഒടിച്ചിട്ട് ഇങ്ങനെ പറയാം, യു ആർ സോ ബ്യൂട്ടിഫുൾ, വൈ യു സേ ദിസ് എന്നോട്. ഞാൻ പറഞ്ഞു അല്ല ഞാൻ എൻ്റെ മകളുടെ കാര്യമാണ് പറഞ്ഞു. അതൊന്നും കുഴപ്പമില്ല, അവർക്ക് മനസ്സിലായി. ഞാൻ വേറെ പ്രാവശ്യം ഞാൻ വിളിച്ചിട്ടുണ്ട്, വേറെ എൻ്റെ ചീഫ് ഗസ്റ്റായിട്ട് മനുഷ്യ ആർട്സിന് വരാൻ വേണ്ടി. അങ്ങനെ ഞാനൊരു വലിയ ഫാനായിരുന്നു. പിന്നെ അതേമാതിരി മോളുടെ ഇതൊക്കെ കാണുമ്പോൾ ഞാൻ അതിലേക്ക് ലയിച്ചു. ഞാൻ ഒരുപാട് സിനിമയിലേക്കൊന്നും അത്ര അധികം അങ്ങോട്ട് ശ്രദ്ധിച്ചിട്ടൊന്നുമില്ലല്ലോ. ഞങ്ങള് പഠിക്കുന്നതിന്റെ ഇടയിലല്ലേ നടക്കുന്നത്. വിദ്യാഭ്യാസം കഴിയുന്ന അവൾക്ക് പ്രയോറിറ്റി ഉണ്ടായിരുന്നു. അപ്പോ എത്രയോ സിനിമകൾ വിട്ട് കളഞ്ഞിട്ടുണ്ട്, പ്രത്യേകിച്ചും തമിഴ് സിനിമകൾ. നിങ്ങളൊന്നും പറഞ്ഞാൽ വിശ്വസിക്കില്ല, അവര് കേൾക്കുന്നവർക്കും വിശ്വാസമാവില്ല. മാരുതി കാറൊക്കെ ഇങ്ങനെ ഇറങ്ങുന്ന കാലമായിട്ടുള്ളൂ ആ കാലം. ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ താഴെ ചിലപ്പോൾ അപ്പാർട്ട്മെൻ്റല്ല, ഞങ്ങളെ വീട്ടിലും മാളികയുടെ മുകളിലായിരുന്നു ആ കാലത്ത് താമസിച്ച. താഴത്ത് കാലിയായിട്ട് വലിയൊരു ഇൻഡിപെൻഡൻ്റ് ഹൗസ്. പക്ഷെ അവിടുന്ന് നമ്മൾ ആ ബാൽക്കണിയിൽ നിന്ന് താഴത്തേക്ക് നോക്കിയാൽ ചുരുങ്ങിയത് ഒരു 4-5 കാർ തമിഴ്നാട്ടിൽ നിന്ന് വന്ന് നിൽക്കുന്നുണ്ടാവും, മനുഷ്യ കാണാൻ വേണ്ടി വരുന്ന ഡേറ്റിന്. ഇവളാണെങ്കിൽ രാവിലെ ഡ്രസ് ചെയ്ത് കോളേജ് സ്കൂളിൽ പോകണം തിരക്കാം. അവൾക്ക് ഭയങ്കര ചൂടാവും. ഈ ബാഗൊക്കെ ഇട്ടിട്ട് പോവാണ് സ്കൂളിലേക്ക്. അപ്പോഴാണ് ഇവരൊക്കെ യൂണിഫോമൊക്കെ ഇട്ട് പോകണം. അപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞു മോളെ അമ്മ യു ടോക്ക് ടു ദം, ഞാൻ പോവാ. അപ്പോൾ ഉണ്ണേട്ടനും പറയും, ഉണ്ണേട്ടൻ പറയുമ്പോൾ ഞാനെന്ത് ചെയ്യാനാ, അച്ഛൻ ചോദിക്കും ഞാനെന്ത് ചെയ്യാനാ അങ്ങനെ ഇരിക്കണം. എന്നിട്ട് ഓരോരുത്തരായിട്ട് കയറി വരും. കയറി വന്നിട്ട് ഒരിക്കൽ മോളുള്ളപ്പോൾ തന്നെ മോളെ കണ്ടു പിടിച്ചു. അപ്പം എന്നമ്മ ഇങ്ങനെയല്ലേ സംസാരിക്കും, എന്നമ്മ നീ കൊഞ്ചം ഉட்காருங்க கொஞ்சம் பேசிட்டு போலாமே എന്നൊക്കെ അവരറിയാം. എനിക്ക് സ്കൂളിൽ ഇരിക്കും, ഐ ഹാവ് ടു ഗോ എന്നൊക്കെ പറയാം അവരോട്. അങ്ങനെ അവിടെ ഇരിക്കും. അപ്പം ഞാൻ അങ്ങനെ പറയില്ല പറയാം. അപ്പോൾ കണ്ടല്ലോ. അപ്പോൾ ഇവർ പറയണേ, ഒരു കൂട്ടർ വന്ന പറ மனுஷாமா சினிமா தானே பெரிய வேர்ல்டு தான், அதில் வந்து உங்களுக்கு தெரியாது, உங்களுக்கு என்ன வேணும் நாங்கள் கொடுக்குறேன், ഡേറ്റ് കൊടുത്താൽ പോതും. പിന്നെ മലയാള സിനിമയിൽ അങ്ങനെ, ഇംഗ്ലീഷ് തമിഴ് സിനിമയിൽ ഇങ്ങനെയൊക്കെ വിസ്തരിച്ചു കൊടുക്കും. അവിടെ പാവാട ധാവണി പോട്ട് അങ്ങനെയൊക്കെ അവർ നല്ല രസം അവർ പറഞ്ഞേക്കാൻ. അതെല്ലാം പോട്ടുകൊണ്ട് തലയിലെല്ലാം നല്ല പൂ വെച്ചിട്ട് നല്ല പൊട്ടെല്ലാം നല്ല രാശിയാ அப்படித்தான் சினிமா கதாபாத்திரம் வருது, நல்ல செல்லமா நடிக்கலாமே എന്നൊക്കെ പറയുള്ളൂ. അപ്പോൾ അവളൊന്നും മിണ്ടില്ലേട്ടാ. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും അങ്ങനെ ചെയ്യാന്നൊക്കെ. അങ്ങനെ പറയും ഒരു മാരുതി കാർ വേണം, എന്നാ വേണോ ഞങ്ങൾ കൊണ്ട്. അതാണ് അത്ര ഞാനിതൊക്കെ എൻ്റെ ജീവിതത്തിൽ കണ്ട് അനുഭവിച്ചിട്ടുള്ളതാ. അങ്ങനെ അത് കഴിഞ്ഞാൽ വേറൊരാളുടെ ഇവര് വന്നിട്ടൊക്കെ പറഞ്ഞെങ്ങനെ വേറെ ആള് വരും, പിന്നെ വേറെ വരും, ഇങ്ങനെ കുറെ പേര്. അപ്പൊ മോനാണ് കോളേജിൽ പോകണം. മോൻ കോളേജിൽ ഇവര് മുമ്പിൽ ഇറങ്ങി പോണ്ടേ. അപ്പൊ മോനെ ചോദിച്ചു, അവര് മോന്റെ ഡേറ്റ് ചോദിക്കും. ചെന്നാ പാത്താ കൊഞ്ചം കമലഹാസൻ മാതിരി ഇരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്, എന്നിട്ട് അവൻ ഓടി രക്ഷപ്പെടും. ആരെടുക്കലും ബൈക്കെടുക്കലും പോലും കഴിഞ്ഞ അയ്യോ അമ്മയും മോളും തന്നെ മതി ഇതിലൊക്കെ. ഭയങ്കര ഷയ്യാ ആള്. സ്ഥലം ഇത്ര എഫർ സജിത്തിന് വന്നിട്ടുണ്ട്. നീ അത് ആരും പറയാം, അവർക്കൊന്നും പറയണതും കൂടി ഇഷ്ടമല്ല. ഇതിപ്പോ
ഞാൻ എന്തോ ഒരു ഇതിൽ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. അല്ല എനിക്ക് തോന്നുന്നു ആ തമിഴ് സിനിമയിൽ കാർത്തിയുടെ കൂടെ അഭിനയിച്ച പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്, എന്നെ തൊട്ട് എന്ന് പറഞ്ഞ അയ്യോ പാട്ട്. അല്ല, കാർത്തിക്കിന്റെ വൈഫിനെ ഞാൻ കണ്ടു. അത് കഴിഞ്ഞ ശേഷം മോള് പോയപ്പോൾ സമയത്ത് ഞാൻ മദ്രാസ് പോയപ്പോൾ കാർത്തികിനെ കാണണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. അപ്പം ഞാൻ പോയി. അപ്പോൾ കാർത്തികിന്റെ വീട്ടിലാണ് ഞാൻ കുറേ കാലം മുമ്പ് കേട്ടോ. ഞാൻ പറയണൊക്കെ 10-20 കൊല്ലം മേലെ മുമ്പേ. അപ്പം അന്നാണ് ഞാൻ അവരുടെ വീട്ടിൽ, അന്ന് തമിഴ്നാട് അവരുടെയൊക്കെ വീട്ടിലാണ് ഞാൻ ഏറ്റവും വലിയ വാൾ ടു വാൾ ടി വി കണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ തന്നെ ഒരു പാട്ടൊക്കെ വെച്ചു, ഇതൊക്കെ കണ്ട് പിന്നെ അന്ന് വൈഫൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എന്നോട് പറഞ്ഞു, എല്ലാ ആരാധകന്മാരുടെയും കത്ത് വരണം ഇവിടെ, മോനിഷാക്കാനെ മാത്രം ഹീറോയിനായിട്ട് വെക്കണം അണ്ണാ. അവിടെ അവർക്ക് തന്നെ ഭയങ്കര കരച്ചിൽ. ഇത് പക്ഷെ അത് അവൾക്ക് തമിഴ് സിനിമ ഇഷ്ടമായിരുന്നു. സത്യം പറയുകയാണെങ്കിൽ അവൾക്ക് കൂടുതലിഷ്ടം തമിഴ് സിനിമയാണ്. കാരണം അതിലത്തെ ആ ഡ്രസ്സുകൾ ഇങ്ങനത്തെ മോഡേൺ അല്ലാത്ത മോഡേൺ അവൾക്ക് അത്ര ഇഷ്ടമല്ലായിരുന്നു സിനിമയിലിടാൻ, പേടിയായിരുന്നു. പിന്നെ ഒരു തെലുങ്ക് സിനിമയിൽ അഭിനയിച്ചു, ഒരു തെലുങ്ക് സിനിമയിൽ അഭിനയിച്ചിരുന്നത്. പക്ഷെ ഈ പാട്ടില് ഭയങ്കര രണ്ടുപേർക്കും ഭയങ്കര സൗന്ദര്യമായിരുന്നു ആ പാട്ടില്. രണ്ടുപേരും സ്മാർട്ടായിട്ടല്ലേ അത് അഭിനയിച്ചത്. ഞാനും വിളിച്ചത് അങ്ങനെ ഒരു പാട്ടൊക്കെ കാണാൻ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. അപ്പോൾ ഈ പാട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ ഒക്കെ തന്നെ ഞാനിങ്ങനെ ഒരു യജമാനൻ്റെ പിന്നാലെ നായ നടക്കൂലേ, അതുപോലെ ആയിരുന്നു ഞാൻ. ഏത് നേരത്തെ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി. ഒരിക്കൽ ഞാൻ കമലതള്ളൻ ഏതൊരു സിനിമ കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ എവിടെയൊക്കെ ചെന്നപ്പോൾ എന്നോട് എന്താ ശ്രീദേവി ഇങ്ങനെയൊക്കെ ഉണങ്ങി കരിഞ്ഞിരിക്കണെന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഷൂട്ട് ഉണ്ടായിരുന്നു, അപ്പോൾ എനിക്ക് മേലൊക്കെ അലർജി വരുന്നു. അപ്പം ഞാൻ ഡോക്ടറെ അടുത്ത് പോയി. ഡോക്ടറുടെ ഡോക്ടർ ചോദിച്ചു, നിങ്ങൾ ഇത്ര നിങ്ങൾക്ക് എന്താ ജോലി? ഞാൻ ജോലിയൊന്നുമില്ല, ഞാൻ മകളെ വിചാരം ജോലി എനിക്ക് പറയാൻ പറ്റുമോ? അപ്പോൾ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടറുടെ കാലിങ്ങനെ വട്ടത്തിലിങ്ങനെ ചുമന്നെടുക്കും, സ്കിന്നിലൊക്കെ വന്നു. അപ്പം ഈ വെയിൽ കൊള്ളിനെടുത്തു. അപ്പം ഞാൻ ചോദിച്ചു, എന്താ വെയിലത്ത് എന്താ പണി ചോദിച്ചു. ഞാൻ പറഞ്ഞു, നോ ഡോക്ടർ, ഐ ഡോണ്ട് ഹാവ് എനി. അപ്പം മൈ ഡോട്ടർ ഈസ് എൻ ആക്ടർ, സോ ഐ ഗോ വിത്ത് ഹെർ. അപ്പം അയാൾ പറയാ, നിങ്ങൾ ഡോക്ടറല്ലേ അഭിനയിക്കണത്, നിങ്ങളെന്താ വെയിലത്ത് നിൽക്കണത്? അപ്പം യു ഹാവ് ടു അവോയ്ഡ് ദ സൺ. ഞാൻ പറഞ്ഞു, എൻ്റെ മോനപ്പോൾ ദുബായിലാ, ഐ ക്യാൻ 6 to 6 you can avoid the sun. ഞാൻ പറഞ്ഞു, ഐ ക്യാൻ അവോയ്ഡ് മൈ സൺ ബിക്കോസ് ഈസ് ഇൻ ദുബായ് ബട്ട് നോട്ട് ദിസ് സൺ. ഡോക്ടർ ചിരിക്കുക. അപ്പം ഇവരൊക്കെ ഭയങ്കര ബഹളം. ചെന്നപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ, ഇതെന്താണിത്? ഞാൻ മോള് ഓടിയാൽ ഞാനും പിന്നാലെ പോയി നിൽക്കും. ഞാൻ കൊട ഞാൻ പിടിക്കും. ശരിക്കും എനിക്ക് പറയുമ്പോൾ ഒബ്സെഷൻ ഉണ്ടല്ലോ, ശരിക്കും മകളോടുള്ള ഒരു ഒബ്സെഷൻ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അത്രയൊരു സ്നേഹവും അത് വലിയൊരു കാര്യം തന്നെയാണോ, അല്ലെങ്കിൽ എങ്ങനെയാണ് പറയേണ്ടത് അത് ശരിക്കും വിവരിക്കാൻ പറ്റുന്നത്? ശരിക്കും ഒറ്റ വാക്കിൽ നമ്മൾ മക്കള് നമ്മുടെ സ്വന്തമാണല്ലോ മക്കൾ എപ്പോഴും. പക്ഷേ ഇവളുടെ കാര്യം ഡാൻസും പാട്ടും അഭിനയവും വിച്ച് ഐ വാണ്ടഡ് ടു ഡു അവള് ചെയ്യണുണ്ട്. അപ്പൊ അതാണ് ആ അഡിക്ഷൻ അങ്ങനെ പോകുന്നത്. അപ്പൊ അവളിൽ മകളല്ലാണ്ട് ഞാൻ വലിയ കലാകാരിയെ കാണുന്നു, ഞാനതിലൊരു വൈജന്തി. അപ്പൊ ആ ഒരു ഭ്രാന്ത് ഉണ്ടാവും. അതെനിക്ക് പക്ഷെ ഭയങ്കര ഹൈലി ടാലന്റഡ്. എനിക്ക് തന്നെ അതിശയം തോന്നും അങ്ങനെയൊക്കെ ചെറുപ്പം മുതൽക്ക് അങ്ങനെ ആയതുകൊണ്ട്. എനിക്ക് അങ്ങനെ ആലോചിക്കാൻ പറ്റുള്ളൂ. പിന്നെ എനിക്ക് ഒരുക്കാൻ ഒരു ഡോള്. അതെ. അപ്പൊ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം ഉണ്ടായിരിക്കുമല്ലോ മാമിന്, എന്തായിരുന്നു ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം? അല്ല, അത് മോളെപ്പോഴും ഒരു വളരെ വെജിറ്റേറിയൻ ആദ്യം ഇഷ്ടപ്പെടും, മറ്റൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ കാര്യമായിട്ട് സാലഡ്സ് ഒക്കെ ഇഷ്ടം. നമുക്ക് ഏറ്റവും ഇഷ്ടമാണ് റഷ്യൻ സാലഡായിരുന്നു. അതിൽ ചിക്കനോ പൈനാപ്പിളൊക്കെ ഉണ്ടാവും, അതൊക്കെ ഇട്ടല്ലോ റഷ്യൻ സാലഡ്. അത് അതായിരുന്നു. കുക്ക് ചെയ്യും അത്യാവശ്യം, കുക്ക് ചെയ്യും. പിന്നെ കുക്ക് ചെയ്യാൻ വരുന്നപ്പോൾ സ്ത്രീയുടെ അടുത്ത് അവിടെ പിന്നെ ഞാൻ എന്താ പറയാ, കൗണ്ടറിന് മുകളിൽ ചാടി കയറി ഇരുന്നിട്ട് പണ്ടത്തെ ഭാഷ പറയുകയാണെങ്കിൽ വീതനത്തിണ്ണാ പറയും. കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. തിന്നാന്ന് കേട്ടിട്ടുണ്ട്. വീതന തിന്നാന്ന് പറയാ. അതാ അടുപ്പ്, അതായത് അടുപ്പൊക്കെ അങ്ങനെ വെക്കൂല്ലേ, അതിന്റെ അടുത്ത് ഇതേമാതിരി കൗണ്ടർ ഉണ്ടാവും. ആ കൗണ്ടറിനാണ് പറയണത് വീതനയുടെ മുകളിൽ കയറിയിരിക്കണം.
അവിടെ കയറി ഇരിക്കണോ എന്നൊക്കെ ചോദിക്കും. നമ്മൾ ചാടി കയറി കൊണ്ട് ഇരിക്കുമല്ലോ ആയിരിക്കും, അടുക്കളയിൽ ഇരിക്കും, പോയാൽ. ഇരിക്കും. കുട്ടികളാകുമ്പേ ഉം. അമ്മ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആരാ ഉണ്ടാക്കണ വെച്ചാൽ അത് നോക്കാൻ. ആഹാ. അത് വടയൊക്കെയാണെങ്കിൽ ഇങ്ങനെ നോക്കാലോ. അപ്പൊ നിങ്ങൾ തിളക്കിന് കാണാമല്ലോ, കാണാം, അല്ലാണ്ട് കാണാം. താഴത്തൊന്നും കാണില്ലല്ലോ കാണാൻ പറ്റില്ല. കുട്ടികൾക്ക്. ആ, ആ, ആ. അപ്പൊ വീതത്തിൽ തന്നെ നമ്മൾ ഇരിക്കും. കയറി ഇരിക്കുക, ആ. എന്നിട്ട് നോക്കുക. നോക്കുക. അതൊക്കെ ഒരു ഭയങ്കര പഴയ അടുക്കളയല്ലേ, എഴുതു. തീയുള്ള ആ, അടുക്കള. ആ. അപ്പൊ അതിനങ്ങനെ പറയണം. അപ്പം കുക്ക് ചെയ്യും. ഇവിടെയാണെങ്കിലും ചാടി കയറി ഇരിക്കും. മറ്റേ പിന്നെ അത് ഗ്രാനൈറ്റ് ആണെന്ന് മാത്രം. എന്നിട്ട് ആ കുക്ക് ഇത് കൊടുക്കുന്നുള്ളു, റെസിപ്പി പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് ടീച്ചറെ വിളിക്കും, നോർത്ത് ഇന്ത്യൻ ടീച്ചറാ. ടീച്ചേഴ്സിനെ വിളിച്ചു നോക്കിയ മാം, അന്ന് മാം എനിക്ക് ഇത് തന്നില്ലേ, വെണ്ടയ്ക്ക ഉണ്ട്, ഹൗ ഡു യു മേക്ക് ദാറ്റ്. അപ്പൊ പറഞ്ഞു കൊടുക്കും. ഇവിടെ വന്ന ഓക്കെ ഐ വിൽ മേക്ക് ഇറ്റ് എന്ന് വന്നിട്ട് പറയും എന്നോട്, അതിൽ ആംചോറ് ഇടണം അമ്മ. ഞാൻ ഇതെന്താടാ ആംചോറ്? അങ്ങപ്പൊടി ഉണ്ട്, നമ്മളുണ്ട് ഉപയോഗിച്ചിട്ട് പണ്ട്. ഇപ്പൊക്കെ എല്ലാം സുലഭം. അപ്പൊ കുക്ക് ചെയ്യാനും ഭക്ഷണമൊക്കെ കഴിക്കാനും ഭയങ്കര ഇഷ്ടമായിരുന്നു അല്ലേ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്? അതൊക്കെ കൊടുക്കാനും വലിയ ഇഷ്ടമാണ്. എല്ലാവരും ഭക്ഷണം കഴിപ്പിക്കാൻ വലിയ ഇഷ്ടം. അത് നമ്മുടെ ഈ പാർട്ടിക്ക് ലെവലിൽ അങ്ങനത്തെ ആൾക്കാർക്കല്ല കൊടുക്കാൻ ഇഷ്ടം. ഞങ്ങൾക്ക് ഫാക്ടറി ഒക്കെ ഉണ്ടായിരുന്നു, അവിടുത്തെ വർക്കേഴ്സിനൊക്കെ അവരെയൊക്കെ വിളിച്ച് വീട്ടില് എല്ലാവർക്കും ഇങ്ങനെ നിലത്തൊക്കെ ഇരുത്തി ഒരു ഹ്യൂമാനിറ്റിയും കൂടി ഉണ്ടെന്നുള്ളതാണ്. അവർക്ക് ഇലയൊക്കെ ഇട്ട് 38 എല്ലാം വിളമ്പി കൊടുക്കും. പായസമൊക്കെ കഴിച്ചോളൂ, ഈറ്റ് മോർ നോ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കും. അത് ഭയങ്കര ഇഷ്ടമായിരുന്നു വിളമ്പി കൊടുക്കാൻ. അത് ഞാൻ ശ്രദ്ധിച്ചിരിക്കുന്നത്, നമ്മുടെ പാർട്ടിക്കൊന്നും വന്നാൽ ഷീസം ബോർഡ് അവൾ ആ ഭാഗത്തേക്കിനെ കാണില്ല, അവിടെ പാട്ട് പോയിരിക്കും. പക്ഷെ ഓണം വിഷു തിരുവാതിര വന്നാൽ ഇവിടെ നിന്നൊക്കെ എല്ലാവരും വിളിക്കുക. ഞങ്ങളുടെയൊക്കെ ചെറിയ ഫാക്ടറി ഒക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഞാനും പറഞ്ഞില്ല ഓന്ത്രപ്രണറൊക്കെ ആയിരുന്നു. അപ്പം എനിക്ക് എനിക്ക് അതിലുണ്ടാക്കുന്ന ഫാക്ടറി, പ്രിന്റിങ് പ്രസ്സിൽ, അപ്പം അതൊക്കെ ജോലിക്കാരുണ്ട്. അപ്പം അവരൊക്കെ വിളിക്കും. എന്നിട്ട് അവർക്കൊക്കെ അങ്ങനെ സദ്യ ഇഷ്ടമായിരുന്നു. സദ്യ ഇഷ്ടമായിരുന്നു. എല്ലാം അത് കഴിക്കാനും വിളമ്പ് കൊടുക്കാനും അല്ല ആളുകളോട് ഒരു പെരുമാറാനും. ഞാൻ നന്നായി കുക്ക് ചെയ്യും, ഞാനൊരു നല്ല കുക്കാണ്, അഹങ്കാരി. അപ്പൊ ആ കുക്ക് ചെയ്യണത് വന്ന് നിൽക്കും, അതൊക്കെ പഠിക്കാനൊക്കെ നമുക്ക് സഹായിക്കും, അതൊക്കെ ചെയ്യും. അതൊക്കെ ഒരു വലിയ കാര്യം തന്നെയാണ്. അപ്പൊ ഇപ്പൊ ശരിക്കും മോനിഷ മാം ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു 55 വയസ്സായിട്ടുണ്ടാവും. അപ്പൊ ഇപ്പൊ ഒരു കലാരംഗത്ത് ഇപ്പൊ ഉണ്ടായിരുന്നെങ്കിൽ കലാരംഗത്ത് എത്രത്തോളം എവിടെ എത്തുമായിരിക്കും എന്നായിരിക്കും മാമിന് പറയാൻ? ഞാൻ ഒരിക്കലും അതിനെ പറ്റി ആലോചിച്ചിട്ടില്ല. ഞാൻ അങ്ങനെ ഇമാജിൻ, ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. പിന്നെ അവിടെ സ്വപ്നം കെട്ടിപ്പടുക്കണത് ഞാനൊരു വിഡ്ഢിയായിരിക്കണ്ടേ? അതൊന്നുമില്ല എനിക്ക്. അല്ല, എനിക്ക് ഞാൻ പറയണ സത്യം പറയണെങ്കിൽ ഈ 10-21 കൊല്ലം ജീവിച്ചിട്ട് ഒരു 80 വയസ്സായിട്ടുള്ള ആൾക്കാരുടെ അത്ര ഹിസ്റ്ററി ഉണ്ടാക്കി തന്നിട്ടാ പോയിരിക്കണേ. പിന്നെ ഞാൻ എന്ത് പറയണ? ആ ഓർമ്മകളെല്ലാം ഈ പുസ്തകത്തിലുണ്ട്. പിന്നെ കുറെ അപ്രിയ സത്യങ്ങൾ എഴുതിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ശരിക്കും നമുക്ക് ഈ പുസ്തകം വായിച്ചാൽ തന്നെ അതിനുള്ള ഉത്തരം നമുക്ക് ലഭിക്കും. അപ്പൊ നമുക്ക് ചോദിക്കേണ്ട സംശയങ്ങളുടെ ആവശ്യമില്ല അല്ലേ? അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ എല്ലാവരും ഈ പുസ്തകം വായിക്കണം. എനിക്കിത് വായിക്കണം എന്തായാലും. ഞാൻ ഇത് വായിച്ചിട്ട് എനിക്ക് ഇനി ഒരു ഇന്റർവ്യൂ എടുക്കണം. ഏറ്റവും ഇതിന്റെ രസം, മാതൃഭൂമിയുടെ കാ ഫെസ്റ്റിവല് ജനുവരി 29-നോ 27-നോ ഇറക്കിയിട്ട് 15 ദിവസം കൊണ്ട് സെക്കൻഡ് എഡിഷനായി. ഫുൾ ആൾക്കാർ വായിച്ചു കഴിഞ്ഞു. അതൊരു 15 ദിവസം കൊണ്ട് ഒരു ബുക്ക് സെക്കൻഡ് എഡിഷൻ വരിക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്, വലിയ ദൈവാധീനല്ലേ. എനിക്ക് ശരിക്കും ഇത് വായിച്ചിട്ടൊന്ന് സംസാരിക്കണം എന്നുണ്ട്. ഞാൻ എന്തായാലും വിളിക്കും. എനിക്ക് എന്തായാലും ഇത് വായിച്ചിട്ട് സംസാരിക്കണം, എന്തൊക്കെ കാര്യങ്ങളാന്നുള്ളത്. അതൊക്കെ നന്നായിട്ട് ഇങ്ങനെ ഒരു മെസ്സേജിൽ കൊണ്ട് എഴുതി അയച്ചു തന്നാൽ മതി. ഇതിൽ എൻ്റെ നമ്പറും ഒറ്റൊക്കെ ഉള്ള എത്രയോ പേര് വായിച്ചിട്ട് എനിക്ക് അതിൽ ആയുർവേദ ചില ഡോക്ടേഴ്സ് വരെ എനിക്ക് വായിച്ചയച്ചിട്ടുണ്ട്, സ്ത്രീകള്. ഇതിൽ എന്താണ് ഈ പ്രഗ്നൻസിയിൽ എന്തൊക്കെയായിരുന്നു, അത് കഴിഞ്ഞിട്ട് എന്തൊക്കെയായിരുന്നു, കുട്ടിയുടെ കാര്യം, അങ്ങനെ കുറെ പാരമ്പര്യ ചികിത്സയുടെ കുറെ കാര്യങ്ങളുണ്ട്, നമ്മൾ അറിയാത്ത കാര്യങ്ങൾ, പല പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്, അവർക്കൊക്കെ അമ്മമാർക്ക്, അമ്മയാവാൻ പോണവർക്ക്. പണ്ടത്തെ ഇത് ചെയ്യണമെന്നല്ല, ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നു എന്നുള്ളത് അത്രേ ഉള്ളൂ. ഇതിപ്പോ അതൊക്കെ ഫോളോ ചെയ്തൊക്കെ ഉണ്ടാക്കിക്കോളൂ, ചെയ്തോളൂ, ഒക്കെ അനുഭവിച്ചു, അതൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഇങ്ങനെയാണ് ഞാൻ അനുഭവിച്ചത്. എൻ്റെ വീട്ടില് ഞങ്ങളെ എങ്ങനെയൊക്കെയാണോ ഒരമ്മയാവാൻ എങ്ങനെ തയ്യാറെടുക്കണു, പിന്നീട് ഇപ്പോൾ ഒരു കുട്ടി, ഒരു പ്രഗ്നന്റ് ആയ ഒരു പെൺകുട്ടി വീട്ടിലുണ്ടാവും. പെൺകുട്ടി എന്നാണെന്നുള്ളൂ കേട്ടോ. ഇപ്പൊ സ്ത്രീകളൊക്കെ ആയില്ലേ. ഇപ്പൊ അന്ന് ഞാൻ 19 വയസ്സിൽ 20 വയസ്സിലൊക്കെ, ഇപ്പം എൻ്റെ മക്കളെന്നൊക്കെ ചെയ്യും, മോനൊക്കെ കഴിയും, അമ്മയൊക്കെ അതൊക്കെ ചൈൽഡ് മാരേജ് ആയിരുന്നല്ലേ. 20 വയസ്സിൽ ഇന്ന് ഈയിടെ എൻ്റെ മകൻ്റെ ഭാര്യ ആ കുട്ടീനോട് ചോദിക്കും,
അമ്മ യു ബിക്കേം എ മദർ ഇൻ ഏജ് ഓഫ് 20. അവർക്ക് അതൊക്കെ കേൾക്കുമ്പോ എന്തോ ഒരു 21 ഇപ്പൊ എനിക്ക് തന്നെ ആലോചിക്കാൻ പറ്റില്ല. 20 18 കുട്ടികളെ അയ്യോ ഇവരൊക്കെ എങ്ങനെ ഞങ്ങളൊക്കെ സുന്ദരമായിട്ട് അമ്മമാരായി ഒരു കുഴപ്പമില്ല ഹാപ്പി. അതെ അതെ. അന്ന് വേറെ ചോയ്സ് ഇല്ല. ഇതൊക്കെ തന്നെ ഉം. വേറൊന്നും വിളിക്കൊന്നും ബുദ്ധി കുറവായിട്ടാണോ അറിയില്ല, ചിന്തിക്കാൻ അറിയാത്തതുകൊണ്ടാണോ അറിയില്ല. അന്ന് അത് കഥയായിരുന്നു. ഉം. അച്ഛനും അമ്മയും പറയണു, അമ്മാവന്മാര് പറയണു, അമ്മായിമാര്, ചെറിയമ്മമാര്, മുത്തശ്ശിമാര്, ഇവരൊക്കെ പറഞ്ഞു, മുത്തശ്ശന്മാരൊക്കെ പറഞ്ഞു, നമ്മൾ കേൾക്കണു. കേൾക്കുന്നു. പക്ഷെ അവരൊക്കെ വളരെ ഓമനിച്ചോണ്ട് ആ നമ്മളെ കല്യാണം കഴിച്ച് അയക്കണു. വേറൊന്നും ചെല്ലുന്ന ചിന്തിക്കാനില്ല. വീട്ടിലും ഭയങ്കര വാത്സല്യവും ഓമനയും ഉം, ഉം. കിട്ടുന്നു. പിന്നെ അതങ്ങനെ അമ്മ എന്ന് പറഞ്ഞൊരു ആഘോഷം. അതെ. അയ്യോ ആ കുട്ടി പ്രഗ്നൻ്റ് ആന്ന് പറയുമ്പോഴേക്കും അവൾക്ക് ഗർഭമുണ്ടോ എന്നൊക്കെ ചോദിക്കും മുത്തച്ഛ. അതൊരു ഭയങ്കര ഒരു എന്തൊരു ആഘോഷമാണ്. പിന്നെ പലരും കാണാൻ വരലും അതെ. അപ്പം ഉണ്ടാക്കി കൊണ്ടുവരലും ഇങ്ങനെയൊക്കെ ഒരു നമ്മളായിരിക്കും സ്റ്റാർ ആ സമയത്ത്. ആണ്. ആ ഒരു 10 മാസത്തെ സ്റ്റൈൽ എന്താന്ന് പറയാ. പിന്നെ നമുക്ക് തരാത്ത ഭക്ഷണങ്ങളില്ല, അവർക്ക് കാണാൻ വരുന്നു ഓരോരുത്തർ അങ്ങനെയൊക്കെ ഒരു സംഭവങ്ങളൊക്കെ ഉം. നടക്കും. അപ്പോൾ ആ ഒരു പ്രായത്തിൽ ഉം. ആണല്ലോ. അപ്പോൾ ആ ഒരു പ്രായത്തിൽ ഒരു അമ്മേനെ എത്രത്തോളം ശുശ്രൂഷിക്കുന്നുണ്ട് എന്നൊക്കെ ഞാൻ ഇതിൽ എല്ലാത്തിലുണ്ട്. അതെ. അപ്പൊ നമുക്കിത് വായിച്ചാൽ തന്നെ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് പല പല അനുഭവങ്ങളും ഓർമ്മകൾ കൂടാതെ തന്നെ ഇത്തരം ഇത് ശരിക്കും ഒരു ഹോമിലി അങ്ങനെ ആ ആയിട്ട് ആ ഒരു അതെ അങ്ങനെ ഒരു അതെ പുസ്തകമാണ്. അതെ മനുഷ്യനെ ഒരു സിനിമാക്കാരിയായിട്ടല്ല ഞാൻ അതിൽ ആ ആ എഴുതിയിരിക്കണേ. ഒരമ്മ അമ്മ മകൾക്ക് എങ്ങനെ ഉണ്ടായെന്ന് വരെ അതെ അവസാനം കുറച്ച് ഇതൊരു ആ സിനിമയുടെ കൂടി ഉണ്ട്. കാരണം സിനിമ കാരണം മാത്രമാണ് ഞാൻ മനുഷ്യ എന്നാണ് നിങ്ങൾ അതെ അറിയുന്നത്. അറിയുന്നത്. അതെ അത് ഞാൻ നിങ്ങളുടെ ശരിക്കുള്ള ഒരു മുമ്പിൽ കാര്യം തന്നെ. വന്നിരിക്കുന്നത് ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന ഉം. ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് സിനിമ. സിനിമ. കാരണം എനിക്ക് സിനിമ ആക്ട്രസ് ആവണമെന്ന് അതെ ജനിച്ച ഓർമ്മിച്ച നാള് ഈ വൈജയന്തിയും പദ്മിനിയും അതെ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തു. അതെ അപ്പോൾ എന്നെ മകളത് എനിക്ക് നിവർത്തിച്ച് തന്നു. അതെ എനിക്കും മാമിനും അതിന് ശേഷം അഭിനയിക്കാൻ പറ്റിയിട്ടുണ്ട്. അതും വലിയൊരു പറയാം കാര്യം തന്നെ. അത് വലിയൊരു പറയാം കാര്യം ആ തന്നെയാണ്. അപ്പൊ നമുക്ക് എന്തായാലും ഇത്രയും കുറെ നേരം കുറെ വിശേഷങ്ങൾ പറഞ്ഞു, അല്ലെ ഓർമ്മകൾ പറഞ്ഞു, കുറെ എനിക്ക് തോന്നുന്നു കുറെ പിന്നോട്ട് സഞ്ചരിച്ചു എന്ന് എനിക്ക് തോന്നി കേട്ടപ്പോ. അപ്പൊ വളരെയധികം നന്ദി ഇത്ര നേരം സംസാരിച്ചതിനും. എനിക്കും വളരെ സന്തോഷം. നിങ്ങളൊക്കെ ഇത്രയും ഭംഗിയായിട്ട് വിളിച്ച് ഇത്രയും കാര്യങ്ങളൊക്കെ ഈ പുസ്തകത്തിനെ പറ്റി സംസാരിച്ചു. മനുഷ്യ പറ്റി എല്ലാവർക്കും അറിയാം. ഉം. അപ്പോൾ എല്ലാവർക്കും വേണ്ടി ഞാൻ ഈ പുസ്തകം സമർപ്പിക്കുകയാണ്. അതെ എല്ലാവരും വായിക്കൂ, അതെ പറയൂ പറയും. എങ്ങനെയുണ്ടെന്ന് എന്തായാലും പറഞ്ഞമാര് അഭിപ്രായം അറിയിക്കൂ അറിയിക്കും. എങ്ങനെയാണെന്നൊക്കെ. വളരെയധികം നന്ദി. വളരെ സന്തോഷം.